ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് 10/2/2024 മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ഈ ആഴ്ച നോക്കാൻ പോകുന്നത് 10/2/2024 മുതൽ 16/2/2024 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ന്യൂസ് എന്താ നോക്കാം. എന്താണ് ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്? പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, ആദ്യത്തെ ന്യൂസ് എന്ന് വിളിക്കുന്നത് എന്താണ്? പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്താണ് ആദ്യത്തെ ന്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ന്യൂസ് എന്താണ്? ദ റീസെന്റ് റിലീസ്ഡ് റിപ്പോർട്ട് ടൈറ്റിൽഡ് ഫിനാൻസസ് ഓഫ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് by the Reserve Bank of India for the fiscal year 2022-23 sheds light on the financial dynamics of പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് എന്താണ്, പഞ്ചായത്തിന്റെ ഫൈനാൻസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് എന്താണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഫൈനാൻസുകൾ എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുമ്പോൾ അതിൽ സെൻട്രൽ ഗവൺമെന്റ് എത്രത്തോളം ഫൈനാൻസ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ട് ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? റവന്യൂ കോമ്പോസിഷൻ, അതായത് ഫൈനാൻസിന്റെ റവന്യൂ കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ഏകദേശം 1%, റവന്യൂവിന്റെ 1% എന്ന് പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ കളക്ട് ചെയ്യുന്നതാണ്? ടാക്സിലൂടെ കളക്ട് ചെയ്യുന്ന, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വീടിന്റെ ടാക്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീടിന്റെ നികുതി, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ നികുതി. അങ്ങനെ ടാക്സിലൂടെ കളക്ട് ചെയ്യുന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത്? അവരുടെ 1% വരുമാനം എന്ന് വിളിക്കുന്നത്. ബാക്കി മെജോറിറ്റി ഓഫ് റവന്യൂ ബാക്കി പ്രൊവൈഡ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റും അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ബാക്കിയുള്ള റവന്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി എത്രയാണ് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ എത്ര ശതമാനമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 80% റവന്യൂ കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. 80% റവന്യൂ കൊടുക്കുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് 15% റവന്യൂ കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ 80% റവന്യൂ ആരാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള റവന്യൂ കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, ഇതാണ് അവരുടെ ഫണ്ടിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, സെൻട്രൽ ഗവൺമെന്റിൽ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 80%. അതുപോലെ തന്നെ 15% എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നാണ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് ഗ്രാന്റുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? എനി ഡൗട്ട്സ്? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ്? ഓഡിയോ ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ എല്ലാവർക്കും? ഓഡിയോ ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഇതാണ് സെൻട്രൽ ഗവൺമെന്റും അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റിലും നമുക്ക് കാണാൻ സാധിക്കാം. ഇനി 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് 1992 എന്ത് ചെയ്യുന്നത് നമുക്കറിയാം പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും, അല്ലെ? അതായത് ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് നിലവിൽ വരുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ്? 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ്. പക്ഷേ 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 1992 എന്ത് കിട്ടുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കാം. അതുപോലെ എന്താണ് പറയുന്നത്? ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എ സിസ്റ്റം. ഓക്കെ, എന്താണ്? ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എ സിസ്റ്റം ഓഫ് യൂണിഫോം സ്ട്രക്ചർ 3 ടയർ പഞ്ചായത്തി രാജ്. അതായത് എന്താണ് നമ്മുടെ പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 3 ടയർ ആണ്. എന്താണ് 3 ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രാമസഭാസ് ഉണ്ടാവും, അഥവാ വില്ലേജ് ലെവൽ ഉണ്ടാവും. അതുപോലെ തന്നെ പഞ്ചായത്ത് സമിതീസ് ഉണ്ടാവും, അഥവാ ബ്ലോക്ക് കൗൺസിൽ ഉണ്ടാവും. ആൻഡ് ജില്ലാ പരിഷത്ത് ഉണ്ടാവും, അതായത് ഡിസ്ട്രിക്ട് ലെവൽ. ഇങ്ങനെ ഒരു 3 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റമാണ് എന്താണ് നമുക്കുള്ളതായിട്ട് കാണാൻ പറ്റുക. ഇനി ഇതിൽ തന്നെ എലക്ഷൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിസർവേഷൻസ് ഉണ്ട്, അല്ലെ? അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വുമൻസിന് എന്ത് ചെയ്യുന്നുണ്ട് റിസർവേഷൻ കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്.
കൂടാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 243G എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? Of India gives state legislature to provide panchayat with an authority to powers to function self-government institutions. അതായത് പൂർണ്ണമായിട്ടും ആർട്ടിക്കിൾ 243G പ്രകാരം അധികാരം ആരിലേക്കാണ് പോകുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് എന്താണ് പോകുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഇതും ഏതിന്റെ പ്രത്യേകതയാണ്? നമ്മുടെ ലോക്കൽ ഗവൺമെന്റിന്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഫൈനാൻഷ്യൽ ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആർട്ടിക്കിൾ 243H, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 280 ക്ലോസ് 3BB, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 243 ക്ലോസ് ഐയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഫൈനാൻഷ്യൽ എംപവർമെന്റിന് വേണ്ട കാര്യങ്ങൾ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ദ മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആണ് എന്ത് ചെയ്യുന്നത്? പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്? കൈകാര്യം ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കാം. 2004 മെയ്യിലാണ് ഏത് ക്രിയേറ്റ് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് എന്നാണ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 2004 മെയ്യിലാണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഇതാണ് ആദ്യത്തെ കറണ്ട് അഫെയർ. ഇനി നെക്സ്റ്റ് കറണ്ട് അഫെയർ ആണ്. നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആസാംസ് ട്രഡീഷണൽ ബുഫലോ ആൻഡ് ബുൾഫുൾ ഫൈറ്റിനെ കുറിച്ചാണ്. ഓക്കെ, ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിൽ ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് എന്താണ്? ദ ആസാം ഗവൺമെന്റ് എഫേർട്സ് ടു റിവൈവ് ട്രഡീഷണൽ ബുഫലോ ആൻഡ് ബുൾഫുൾ, ദാറ്റ് മീൻസ് സോങ് ബേർഡ് ഫൈറ്റ് ഡ്യൂറിംഗ് ദ മേക്ക് ബിഹു ഫെസ്റ്റിവൽ ഫേസ് ലീഗൽ ചലഞ്ചസ് ഫ്രം പീപ്പിൾ ഫോർ ദ ethical treatment of animals, PETA, who filed petitions in the Guwahati High Court to prohibit both these practices. അതായത് എന്താണ്? ഇത്തരം ബുഫല്ലോ ഫൈറ്റുകളൊക്കെ എന്താണ് നിർത്തണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് എനിമൽസ്, PETA എന്ത് ചെയ്തിട്ടുണ്ട്? ഗുവാഹത്തി ഹൈക്കോർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊഹിബിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇവരുടെ ഈ കൾച്ചറിനെ കുറിച്ച് നോക്കാം. എന്താണ് ഇവരുടെ കൾച്ചറിനെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക? ദീസ് ഫൈറ്റ്സ് പാർട്ട് ഓഫ് ദ ഫോക്ക് കൾച്ചർ. അതായത് എന്താണ്? ഒരു ഫോക്ക് കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കാം. ആൻഡ് ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ലിങ്ക്ഡ് ടു ആസാമീസ് വിന്റർ ഫെസ്റ്റിവൽ. അതായത് എന്താണ്? ഇത് ആസാമീസ് വിന്റർ ഫെസ്റ്റിവലുമായിട്ട്, അതായത് വിന്റർ ഹാർവസ്റ്റ് ഫെസ്റ്റിവലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്കറിയാം ആസാമത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് വിളിക്കുന്നത്? ബിഹു എന്ന് വിളിക്കുന്നത്. ഈ ബിഹുവിന്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇവര് ഫോളോ ചെയ്ത് പോകുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ 2014 എന്ത് ചെയ്തിരുന്നു? സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു? താൽക്കാലികമായി നിർത്തിയിരുന്നു. താൽക്കാലികമായി നിർത്തുന്ന എന്തിന്റെ പേരിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താണ്? എനിമൽ ക്രുവൽറ്റി, അതായത് പരസ്പരം ഇങ്ങനത്തെ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ എനിമൽസിന് എന്ത് ചെയ്യുന്നുണ്ട്? പരിക്കേൽക്കുന്നുണ്ട് എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. പക്ഷെ 2023 എന്ത് ചെയ്തു? ദ സുപ്രീം കോർട്ട് അലൗഡ് അമെൻമെന്റ്സ് ദ പ്രിവെൻഷൻ ഓഫ് ക്രുവാലിറ്റി ടു എനിമൽസ് ആക്ട് ലീഡിംഗ് ടു ദി റിവൈവൽ സച്ച് ഇവന്റ്സ്. അതുപോലെ തന്നെ എന്ത് ചെയ്തു? 2023 എന്താണ്? പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു എനിമൽസ് ആക്ട് എന്ത് ചെയ്തു? അമെൻഡ് ചെയ്യാൻ സുപ്രീം കോടതിയുടെ അനുവാദം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അമെൻമെന്റിൽ സുപ്രീം കോടതിയുടെ അനുവാദം കിട്ടി. അതോടുകൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? ഇത്തരം ഫെസ്റ്റിവൽസ് എന്ത് ചെയ്യാൻ തുടങ്ങി? വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ നിലവിൽ എന്ത് ചെയ്തു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തു? ഒരു സംഘടന എന്ത് ചെയ്യുന്നു? ഇവർക്കെതിരായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫെസ്റ്റിവൽ എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് കറണ്ട് അഫെയർ ആണ് ഏതെന്ന് വിളിക്കുന്നത്? സീറോ ഹവർ. സീറോ ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശൂന്യവേള. ഓക്കെ, സീറോ ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശൂന്യവേള. ഈ കറണ്ട് അഫെയർസ് കേൾക്കുന്ന നിങ്ങളോടൊരു ചോദ്യം, സീറോ ഹവർ എന്ന് വിളിക്കുന്നത് ഏത് രാജ്യത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്? എനിവൺ? ഏത് രാജ്യത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഏത് രാജ്യമാണ് സീറോ ഹവറിന് സ്റ്റാർട്ട് ചെയ്തത്? എനിവൺ? നമുക്ക് ന്യൂസിലേക്ക് പോവാം. ഡ്യൂറിംഗ് ദ ഓൺഗോയിങ് ബഡ്ജറ്റ് സെഷൻ, members of Lok Sabha have raised key issues including the Manipur ethnic violence, straighter hate speech laws and national task force for the strangling dogs during the zero hour. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്? സീറോ ഹവറിൽ ഇപ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ലോക്സഭയിലെ ചില ഇഷ്യൂസ് വന്നിട്ടുണ്ട്. മണിപ്പൂർ ഇഷ്യൂസ് അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? സീറോ ഹവറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതിന് കാരണമായി വന്നത്? ഇത് കറണ്ട് അഫെയറായി വരാനുള്ള കാരണം. ഓക്കെ, അപ്പൊ സീറോ ഹവർ ഏത് രാജ്യമാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, എന്താണ്? ഇന്ത്യ ആണ് അല്ലേ? മധുരിമ, അയന, യെസ്.
കറക്റ്റ് ആൻസർ ആണ്. എന്താണ്? ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആണ് ഏതെന്ന് വിളിക്കുന്നത്? 0 ഹവർ. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ഹവറിന് ശേഷം എന്താണ് ഡയറക്ട്ലി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏത്? 0 ഹവർ. എന്താണ് 0 ഹവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഹവർ കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുക? ആ ദിവസത്തെ അജണ്ട. എന്താണ് അജണ്ട? ആ ദിവസം പാർലമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിക്കുക. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഹവറിന്റെയും അതുപോലെ തന്നെ ഈ അജണ്ടയുടെയും നടുവിലുള്ള സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? 0 ഹവർ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഇനി എന്താണ് ഈ 0 ഹവറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ the members of parliament can raise matters without any prior notice. അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ലോകസഭ സമ്മേളിക്കാന്ന് വെക്കാം. ഇപ്പൊ ലോകസഭയില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള മുൻകൂട്ടിയിട്ട് നമ്മൾ ആർക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം? സ്പീക്കർക്ക് നോട്ടീസ് കൊടുക്കണം. ഓക്കെ, മുൻകൂട്ടി ആർക്ക് നോട്ടീസ് കൊടുക്കണം? സ്പീക്കർക്ക് എന്ത് ചെയ്യണം? നോട്ടീസ് കൊടുത്തിരിക്കണം. പക്ഷെ 0 ഹവറിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ഹവറിൽ നമ്മൾ ഉന്നയിക്കുന്ന പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഇഷ്യൂസിന്, ഓക്കെ, പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഇഷ്യൂസിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? നോട്ടീസ് കൊടുക്കേണ്ട എന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്? 0 ഹവറിന്റെ പ്രത്യേകതയാണ്. 0 ഹവർ എന്ന് പറയുന്നത് പൂർണ്ണമായും എന്താണ്? ഒരു ഇന്ത്യൻ പാർലമെന്ററി ഇന്നോവേഷൻ ആണ്. ഒരിക്കലും പാർലമെന്റിന്റെ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ഈ 0 ഹവർ എന്നുള്ള ഒരു ആശയം കാണാൻ പറ്റില്ല. ഇത് ആര് സ്റ്റാർട്ട് ചെയ്താണ്? ഇന്ത്യ സ്റ്റാർട്ട് ചെയ്താണ്. ഓക്കെ, അതായത് നമുക്കറിയാം, ഉദാഹരണമായിട്ട് ക്വസ്റ്റ്യൻ ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 11 മണി മുതൽ 12 മണി വരെയാണ് ഏത്? ക്വസ്റ്റ്യൻ ഹവർ എന്ന് പറയുന്നത്. 12 മണിക്കാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക? 0 ഹവർ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഏതുവരെ? അഡ്ജോർമെന്റ് വരെ. എന്താണ് ഈ അഡ്ജോർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അഡ്ജോർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അർത്ഥം എന്താണ്? ടെർമിനേറ്റ് സിറ്റിംഗ് എന്നാണ്, അല്ലെ? ടെർമിനേറ്റ് എ സിറ്റിംഗ്. അതായത് ലഞ്ച് ബ്രേക്കിന് ഇന്ത്യൻ പാർലമെന്റ് പിരിച്ചു വിടുന്നത് വരെ, ഓക്കെ, ഒരു സമയമാണ്. അതായത് ക്വസ്റ്റ്യൻ ഹവർ കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കിന് പാർലമെന്റ് പിരിച്ചുവിടുന്നതിനുള്ള സമയത്താണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഈ 0 ഹവർ നടത്തുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ അവതരിപ്പിക്കാറുള്ളത്? 0 ഹവർ അവതരിപ്പിക്കാറുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. സോ ഇതാണിത് കറണ്ട് അഫെയർ ആയി വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. യെസ്, നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്താണ്? ബർത്ത് ആനിവേഴ്സറി ഓഫ് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് എന്താണ് നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്ന് വിളിക്കുന്ന. എന്താണ് ന്യൂസ്? റീസെന്റ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പെയ്ഡ് ഫ്ലോറൽ ട്രൈബ്യൂട്ട്സ് ടു ഡോക്ടർ സക്കീർ ഹുസൈൻ, ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഹിസ് ബർത്ത് ആനിവേഴ്സറി ആറ്റ് രാഷ്ട്രപതി ഭവൻ. അതായത് എന്താണ്? ഉദാഹരണമായിട്ട് രാഷ്ട്രപതി ഭവനില് ഡോക്ടർ സക്കീർ ഹുസൈൻ എന്താണ് ബർത്ത് ആനിവേഴ്സറിയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രസിഡന്റ് ചില ട്രൈബ്യൂട്ട്സ്, അല്ലെ, അദ്ദേഹത്തിന്റെ ചില ഓർമ്മകൾ പങ്കുവച്ചു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കറണ്ട് അഫെയർ വന്നിരിക്കുന്നത്. നമുക്ക് ഡോക്ടർ സക്കീർ ഹുസൈനെ കുറിച്ച് നോക്കാം. ആരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ? ഡോക്ടർ സക്കീർ ഹുസൈൻ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് എത്രയാണ്? 8 ഫെബ്രുവരി 1897 മുതൽ 3 മെയ് 1969 വരെയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ 1969 ഈ വർഷമാണ് അദ്ദേഹം മരിക്കുന്നത്. സക്കീർ ഹുസൈൻ മരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാം. ഈ വർഷത്തിന് അല്ലെങ്കിൽ സക്കീർ ഹുസൈൻ മരിച്ചത് ഇന്ത്യയിൽ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഡോക്ടർ സക്കീർ ഹുസൈന്റെ മരണം എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ടോ? പ്രശ്നങ്ങൾക്കല്ല, അല്ലെങ്കിൽ പുതിയൊരു നിയമം ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. അറിയുമെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. അപ്പൊ 1969 മെയ്യിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് മുസ്ലിം ടു ഹോൾഡ് ദ പൊസിഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇൻ 1967. അതായത് 1967 എന്താണ് അദ്ദേഹം പ്രസിഡന്റായി. അങ്ങനെ ഇന്ത്യൻ പ്രസിഡന്റായ ഫസ്റ്റ് മുസ്ലിമാണ് സക്കീർ ഹുസൈൻ എന്നുള്ള മാരുടെ പ്രത്യേകതയാണ്, ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ 1957 ഇദ്ദേഹം ആരായിരുന്നു? ബീഹാർ ഗവർണർ ആയിരുന്നു. അതുപോലെ തന്നെ 1962 എന്തായിരുന്നു? ഇന്ത്യയുടെ എന്തായിരുന്നു? വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ഹി ഹെൽപ്ഡ് ഫൗണ്ട് ദ മുസ്ലിം നാഷണൽ യൂണിവേഴ്സിറ്റി അലിഗ്രഹ്. അതായത് എന്താണ്? അലിഗ്രഹില് നാഷണൽ മുസ്ലിം യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്യുന്നതിന് ഇദ്ദേഹത്തിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇത് എങ്ങോട്ട് മാറ്റുന്നുണ്ട്? ഡൽഹിയിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 1926 മുതൽ 1948 വരെ എന്താണ്? അതിന്റെ വൈസ് ചാൻസലർ കൂടിയായിരുന്നു ആര് എന്ന് വിളിക്കുന്നത്? ഇദ്ദേഹം എന്ന് വിളിക്കുന്നത്. ആൻഡ് അറ്റ് മഹാത്മാ ഗാന്ധിസ് ഇൻവിറ്റേഷൻ ഹി ആൾസോ ബിക്കം ചെയർമാൻ ഓഫ് ദ നാഷണൽ കമ്മിറ്റി ഓൺ ബേസിക് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ എന്താണ്? അദ്ദേഹം ഏതിന്റെ ചെയർമാൻ കൂടിയായിരുന്നു? നാഷണൽ കമ്മിറ്റി ഓൺ ബേസിക് എഡ്യൂക്കേഷൻ ചെയർമാൻ ആയിരുന്നിട്ടുണ്ട്. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1937 ടു ഡിസൈൻ എ ഗാന്ധിയൻ സിലബസ്
ഫോർ സ്കൂൾസ്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ 1956-58 കാലഘട്ടങ്ങളിൽ എന്താണ്, ഹി ഈസ് ദ എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് ദ യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അതായത് യുനെസ്കോന്റെ ഭാഗമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, 56 മുതൽ 58 വരെ എന്താണ് പ്രവർത്തിച്ചതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ? ഇനി ഞാൻ ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു, 1969 സക്കീർ ഹുസൈൻ മരിക്കുന്നത്. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് മരിക്കുന്നത്. ആ സമയത്ത് അല്ലെങ്കിൽ ആ മരിച്ചതിനെ തുടർന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും നിയമം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എനി ഐഡിയ? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? എനി വൺ? എട്ടൊമ്പത് പേര് ക്ലാസ്സിലുണ്ടായിട്ട് മിണ്ടാതിരിക്കുന്നത് വളരെയധികം മോശമാണ്. ആരും ഉത്തരം പറയുന്നില്ലല്ലോ. 1969 അറിയില്ല. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോ ഇന്ത്യയിലൊരു നിയമമുണ്ട്. എന്താണ് ഇന്ത്യയിലെ നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പ്രസിഡന്റ് ആ സ്ഥാനത്തില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്രസിഡന്റ് ആ സ്ഥാനത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പ്രസിഡന്റിന്റെ പകരം കാര്യങ്ങൾ നോക്കുന്ന ആരായിരിക്കും? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഓക്കെ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ 1969 ഡോക്ടർ സക്കീർ ഹുസൈൻ എന്ത് ചെയ്യുന്നു, മരിക്കുന്നു. അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന വി ഗിരി എന്ത് ചെയ്യുന്നു, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മാറി നിൽക്കുന്നു. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് അവിടെ പ്രസിഡന്റിന്റെ പകരം ഇരിക്കാൻ ആരില്ല, വൈസ് പ്രസിഡന്റ് ഇല്ല. അപ്പൊ അത്രയും കാലം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസിഡന്റ് ഇല്ലെങ്കിൽ പിന്നീട് ആര് എന്നുള്ളതാണ്, വൈസ് പ്രസിഡന്റ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ ആരും ഇല്ലാതെയായി, വൈസ് പ്രസിഡന്റും എന്ത് ചെയ്തു, ഇല്ലാതായി. അതിനെ തുടർന്ന് 1969 എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ നിയമം എന്ത് ചെയ്യുന്നുണ്ട്, പാസ്സാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്താണ് ആ നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസിഡന്റ് ഡിസ്ചാർജ് ഓഫ് ഫങ്ഷൻസ് ആക്ട് 1969 ആണ്. എന്താണ് പ്രസിഡന്റ് ഡിസ്ചാർജ് ഓഫ് ഫങ്ഷൻസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പ്രസിഡന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്രസിഡന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനം പിന്നീട് നോക്കുന്നത് ആരായിരിക്കണം, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. ഇനി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് ആരായിരിക്കണം, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. ഇനി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഇല്ല എന്നുണ്ടെങ്കിൽ സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആയിരിക്കണം. സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നിയമം ഉണ്ടാക്കി വെക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഡോക്ടർ സക്കീർ ഹുസൈൻ മരിക്കുന്നു, വി ഗിരി രാജിവെക്കുന്നതിനും. അതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്, 1969 എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു നിയമം വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കറണ്ട് അഫെയർ. എന്താണ് നെക്സ്റ്റ് കറണ്ട് അഫെയർ? Can preamble be amended keeping date in act? Ask Supreme Court. Okay, എന്താണ് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമോ, ഭേദഗതി വരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. The Supreme Court of India has raised a significant question regarding the amendment of the preamble of the Constitution while keeping the original adoption date intact. The query arises responses to petition filed by BJP leader Subramanian Swami seeking the removal of the word socialist and secular from the preamble. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇടയ്ക്ക് BJP ലീഡർ എന്താണ്, സുബ്രഹ്മണ്യൻ സ്വാമി സുപ്രീം കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്താണ് കേസ് ഫയൽ ചെയ്യുന്നത്? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അഡോപ്ഷന്റെ സമയത്താണല്ലോ പ്രിയാമ്പിൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് നമുക്കറിയാം 42nd അമെൻമെന്റ് ആക്ട് പ്രകാരം എന്ത് ചെയ്തു, പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യുകയും അതിൽ 3 വാക്കുകൾ എഴുതി ചേർത്തു, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. അപ്പോ അങ്ങനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ? കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോഴുള്ള ഐഡിയോളജിയാണ് ഇത്, പ്രിയാമ്പിൾ എന്ന് വിളിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഐഡിയോളജിയാണ്. അത് അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ എവിടെ നിന്ന് എടുത്തു മാറ്റണം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ നിന്നും എടുത്തു മാറ്റണം എന്നുള്ളതാണ് എവിടെ
പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഹർജി കൊടുത്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇനി നമുക്കറിയാം എന്നാണ് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ സമയത്ത് 1976 ഡിസംബറിൽ 42ാം ഭരണഘടനാ ഭേദഗതിയിലാണ് അമെൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ 42ാം ഭരണഘടനാ ഭേദഗതി നടക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ്? എമർജൻസി സമയത്താണ് അല്ലെ? ഇന്ത്യയിൽ എന്ത് ചെയ്തു? 1975 എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? നാഷണൽ എമർജൻസി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ആ എമർജൻസി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രിയാമ്പിളിന്റെ അമെൻമെന്റ് നടക്കുന്നത്. അന്ന് പ്രധാനമായിട്ടും 3 വാക്കുകളാണ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അതിൽ എഴുതി ചേർക്കുന്നത്. ഒന്ന് സോഷ്യലിസ്റ്റ്, രണ്ടെന്താണ്? സെക്കുലർ അല്ലെ? എന്താണ്? സോഷ്യലിസ്റ്റ്, സെക്കുലർ. കൂടാതെ യൂണിറ്റി എന്നുള്ള വാക്കിനെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നാഷൻ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. നിലവിൽ ഈ ചേഞ്ചസ് ലീഗൽ ആണോ എന്നുള്ളതാണ് എന്താണ് സുപ്രീം കോർട്ടിന് മുന്നിൽ എന്താണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? ക്വസ്റ്റ്യൻ ഓൺ അഡോപ്ഷൻ ഡേറ്റ് ആണ്. എന്താണ്? ദ സുപ്രീം കോർട്ട് ക്വസ്റ്റ്യൻസ് വാട്ടർ പ്രിയാമ്പിൾ കുഡ് ഹാവ് ബീൻ അമെൻഡഡ് വിത്തൗട്ട് ആൾട്ടറിംഗ് ദ ഡേറ്റ് ഇറ്റ്സ് അഡോപ്ഷൻ ഓൺ November 26, 1949. Justice on the bench enquires whether it was possible to change the preamble while relating the original adoption date, raising concerns about the constitutional process and implications. അതായത് നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണോ പ്രിയാമ്പിൾ എന്നടക്കം ഒരുപാട് കേസുകൾ എവിടെ നടന്നിട്ടുണ്ട്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1949 നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? പ്രിയാമ്പിൾ ഇതിന്റെ ഭാഗമാകുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് പ്രിയാമ്പിളിൽ എന്തിനാണ് ചേഞ്ചസ് വരുത്തുന്നത്? അതായത് 1949 നവംബർ 26 നിലവിൽ വരുമ്പോൾ ഉള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്വഭാവമാണ് ഏതിൽ കാണിക്കുന്നത്? പ്രിയാമ്പിൾ. അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഒരു ഷോർട്ട് ഫോം ആണ് ഏത് എന്ന് വിളിക്കുന്നത്? പ്രിയാമ്പിൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് എന്തിനാണ് ഈ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ അമെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യലിസ്റ്റ്, സെക്കുലർ തുടങ്ങിയ വാക്കുകൾ എന്ത് ചെയ്യണം? എടുത്തു മാറ്റണം എന്നാണ് സുപ്രീം കോർട്ടിന് മുന്നിൽ വന്നിരിക്കുന്ന എന്താണ് ഹർജി എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ അമെൻഡ്മെന്റ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കേശവാനന്ദ ഭാരതി കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് എന്നും ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്നും പറയുന്നുണ്ട്. എന്താണ് ഈ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ പാർലമെന്റിന് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല? അമെൻമെന്റിലൂടെ മാറ്റാൻ കഴിയില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുണ്ട്? അതിന്റെ ഒരു അടിസ്ഥാന തത്വമുണ്ട് എന്നാണ് പറയുക. അതായത് ഒരു ഐഡിയോളജി ഉണ്ട്. അപ്പൊ ആ ഐഡിയോളജി എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും ആൾക്കെടുത്ത് മാറ്റാൻ പറ്റില്ല. ഇന്ത്യൻ പാർലമെന്റ് എടുത്ത് മാറ്റാൻ പറ്റില്ല. ഓക്കെ. പക്ഷെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? പുതിയ വേർഡ്സ് ഏതിൽ ആഡ് ചെയ്യാൻ പറ്റും? പ്രിയാമ്പിളിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. യെസ്. പ്രിയാമ്പിളിൽ നിലവിലുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റം വരുത്താൻ പറ്റില്ല. യെസ്. പക്ഷെ വേണമെങ്കിൽ പുതിയ വാക്കുകൾ എന്തിൽ ആഡ് ചെയ്യാൻ പറ്റും? പ്രിയാമ്പിളിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് കേശവാനന്ദ ഭാരതി കേസിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് 1976 എന്ത് ചെയ്യുന്നുണ്ട്? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 3 പുതിയ വാക്കുകൾ ഏതിന്റെ ഭാഗമാകുന്ന? പ്രിയാമ്പിളിന്റെ ഭാഗമാകുന്നു. പക്ഷെ പെറ്റീഷണർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1973 എന്ത് ചെയ്തു? കേശവാനന്ദ ഭാരതി കേസിൽ ഇതിനെ ബേസിക് സ്ട്രക്ചർ ആക്കിയിട്ടാണ് കോടതി കണക്കാക്കിയിരിക്കുന്നത്. അതായത് അതിനുശേഷം യാതൊരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? അമെൻമെന്റേ ചെയ്യാൻ പാടില്ല. അതായത് പുതിയ വാക്കുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ആഡ് ചെയ്യാൻ പാടില്ല എന്നും. അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ വാക്കുകൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് എടുത്ത് മാറ്റണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? നിലവിലെ പെറ്റീഷനിൽ എന്ത് ചെയ്യുന്നത്? പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. ഇതിലെ സുപ്രീം കോർട്ട് എന്താണ് പറയുന്നത്? ദ സുപ്രീം കോർട്ട് agrees to hear further arguments on the matter, acknowledging its significance and implications. The legal expert and advocates are expected to present arguments on the constitutional validity of the preamble, amendment, and circumstances surroundings. The court decision will have to far-reaching consequences, shaping interpretation of the constitution and reaffirming the foundation principles of the Indian state. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ നിന്നാണ് പല കാര്യങ്ങളും ഇന്നും നമ്മൾ വായിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് 2018 സുപ്രീം കോർട്ടിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? റൈറ്റ് ടു പ്രൈവസി മൗലികാവകാശത്തിന്റെ ഭാഗമാണോ എന്നാണ് ചോദിച്ചത്. അത് ഏത് കേസ് പ്രകാരമായിരുന്നു? എനിവൺ ഒന്ന് മെസ്സേജ് ചെയ്ത് ഏത് കേസ് പ്രകാരമായിരുന്നു റൈറ്റ് ടു പ്രൈവസി? അന്ന് കോടതി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും എന്തിനെ കുറിച്ച് പറയുന്നില്ല? റൈറ്റ് ടു
പ്രൈവസിയെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ എന്നുള്ളൊരു വാക്കുണ്ട്. ഓക്കെ, എന്താണ്? ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. അപ്പൊ ഡിഗ്നിറ്റി, ഒരു വ്യക്തിക്ക് ഡിഗ്നിറ്റി കിട്ടണമെങ്കിൽ ആദ്യം എന്ത് വേണമെന്നാണ് പറയുന്നത്? പ്രൈവസി വേണം. അതുകൊണ്ട് റൈറ്റ് ടു പ്രൈവസി ആർട്ടിക്കിൾ 21 ഭാഗമാണ് എന്നാണ് അന്ന് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്. ഏത് കേസായിരുന്നു? യെസ്, മധുരിമ. യെസ്, പുട്ടുസ്വാമി കേസ് അല്ലെ? പുട്ടുസ്വാമി കേസിന്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പോ ഇങ്ങനെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിനെ എന്ത് ചെയ്യാറുണ്ട്? ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്നൊരു ജഡ്ജ്മെന്റ് പറയുക എന്നത് ആരെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല. നിലവില് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, പോസിബിൾ അല്ല. ലീഗൽ എക്സ്പെർട്ട് ആയിക്കോട്ടെ, അഡ്വക്കേറ്റ്സ് ആയിക്കോട്ടെ, പലരും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ആർഗ്യുമെന്റ് ആരുടെ മുന്നിൽ പറയുന്നുണ്ട്? സുപ്രീം കോടതിയുടെ മുന്നിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ? ഇനിയിപ്പോ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല കേസുകളിലും പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. ചില കേസുകളിൽ ഭാഗമല്ല എന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെ കേസാണ് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് നമുക്ക് വീണ്ടും പ്രിയാമ്പിളിലേക്ക് തിരിച്ചു പോവാം. അടുത്ത ന്യൂസ് വരുന്നുണ്ട്. അതിനു മുമ്പ് നെക്സ്റ്റ് വൺ, കറണ്ട് അഫെയർ, particularly vulnerable tribal groups. ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? Recently, the parliament passed 2 bills that aim to modify the list of scheduled caste and scheduled tribe in the Andhra Pradesh and Odisha. The bills were passed by voice vote in the Lok Sabha. അതായത് എന്താണ്? ഈ അടുത്ത കാലത്ത് എന്ത് ചെയ്തിരുന്നു? പാർലമെന്റ് എന്ത് ചെയ്തിരുന്നു? ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിനെയും കുറിച്ച് പറയുന്ന ആന്ധ്രാപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ലിസ്റ്റുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. വോയിസ് വോട്ടിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ലോകസഭയിൽ ഇത് പാസ്സാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് എന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം. ഇനി എന്താ നമുക്ക് നോക്കാം. എന്താണ് PVTG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് ഓർ സെക്ഷൻ ഓഫ് ദ ഷെഡ്യൂൾഡ് ട്രൈബ് ദാറ്റ് കൺസിഡേർഡ് മോർ വൾണറബിൾ ദാൻ റെഗുലർ ഷെഡ്യൂൾഡ് ട്രൈബ്. അതായത് ആരാണ് ഈ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാധാരണ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ടല്ലോ, അതിനേക്കാൾ വൾണറബിൾ ആയിട്ടുള്ള, അതായത് റെഗുലർ ഷെഡ്യൂൾഡ് ട്രൈബിനേക്കാൾ വൾണറബിൾ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ PVTG, അതായത് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഏകദേശം 75ഓളം പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എവിടെ ഉണ്ട്? ഇന്ത്യയിലുണ്ട്. അതില് മാക്സിമം 13 എവിടെയാണ്? ഒഡീഷയിലാണ്. 12 എന്താണ്? ആന്ധ്രയിലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 342 342 ക്ലോസ് 1 എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ പ്രസിഡന്റ് വിത്ത് റെസ്പെക്ട് ടു എനി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, അതായത് ആഫ്റ്റർ ദ കൺസൾട്ടേഷൻ വിത്ത് ദി ഗവർണർ ഇൻ കേസ് ഓഫ് സ്റ്റേറ്റ് may specify the tribal communities part or group within the tribes or tribal communities as scheduled tribe in that state. അതായത് ആർട്ടിക്കിൾ 342 ക്ലോസ് 1 എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിലെ ഗവർണറോട്, ഓക്കെ, ആ സംസ്ഥാനത്തിലെ ഗവർണറോട് കൺസൾട്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം ഈ ലിസ്റ്റുകളിൽ വ്യത്യാസം വരുത്താൻ ആർക്ക് അവകാശമുണ്ട് എന്നാണ് പറയുന്നത്? പ്രസിഡന്റിന് അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് എന്താണ് ചെയ്യുന്നത്? പാർലമെന്റ് മേ ബൈ ലോ ഇൻക്ലൂഡ് ഓർ എക്സ്ക്ലൂഡ് ഫോം ഓഫ് ദ ലിസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് സ്പെസിഫൈ ഇൻ എ നൊട്ടേഷൻ issued under Article 342 Clause 1 any tribe or tribal community or part or group within any tribal or tribal community but save as abrogated and as a notification issued under the said clause shall not varied by any subsequent notification. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പാർലമെന്റ് ചെയ്തിരിക്കുന്നത്? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആർട്ടിക്കിൾ 342 ക്ലോസ് 1 ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഇവരുടെ ലിസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കാര്യമായ രീതിയിൽ, അല്ലെങ്കിൽ ഇവരുടെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇവർ ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് അല്ലെങ്കിൽ PVTG ആണ് എന്നുള്ളതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കാര്യമായ രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് എന്താണ്? ആർട്ടിക്കിൾ 342 ക്ലോസ് 1. അതുപോലെ തന്നെ ഇന്ത്യയിൽ എത്ര എന്താണ് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പുകൾ ഉണ്ട്, അതിൽ ഒഡീഷയിൽ എത്ര ഉണ്ട്, അല്ലെങ്കിൽ ആന്ധ്രയിൽ എത്ര ഉണ്ട് തുടങ്ങിയവ നമ്മൾ ഓർത്തു വെക്കണം. കാരണം ഇതാണ് കറണ്ട് അഫെയറിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ? ആൻഡ് the next news എന്താണ് പറയുന്നത്? Azure forest disease ആണ്. എന്താണ്? Since the beginning of 2024, 2 individuals have lost their lives due to Azure forest disease KFD, a viral infection prevalent in Karnataka. ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. നമുക്കിവിടെ പ്രധാനമായിട്ടും നോക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്?
കെസന്നൂർ ഫോറസ്റ്റ് ആണ്. ഓക്കെ, ഇതെന്താണ്? ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? ഷിമോഗ ഡിസ്ട്രിക്ട് ഓഫ് കർണാടകയിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് കാണപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റാം. ഇനി ഈ ഫോറസ്റ്റ് ഏതിന്റെ ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാട്സ് മൗണ്ടൈൻ റേഞ്ചിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി, റിച്ച് ബയോഡൈവേഴ്സിറ്റി കാണപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആൻഡ് ദ ഫോറസ്റ്റ് ഈസ് ഹോം ടു വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻക്ലൂഡിംഗ് ടൈഗേഴ്സ്, ലിയോപാർഡ്സ്, എലിഫന്റ്സ് ആൻഡ് ഡോഗ് എക്സെട്ര. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ നോക്കേണ്ട ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, ഏത് ഡിസ്ട്രിക്ട് ഏത് സ്റ്റേറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കറണ്ട് അഫെയർ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ് ഏതാണ്? മോണിറ്ററി പോളിസി. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കമ്മിറ്റി MPC maintain its focus curbing inflation by keeping the repo rate unchanged at 6.5% in February 2024 to align inflation the 4% target. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി, അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളാണുള്ളത്, എത്ര പേരാണ് വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തേ. ഓക്കെ, അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിപ്പോ റേറ്റ്. എന്താണ് ഈ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്? എന്താ ഈ റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ RBI ഇന്ത്യയിലെ ബാങ്കുകൾക്ക് ഷോർട്ട് ടേമിലേക്ക് കൊടുക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ, ഷോർട്ട് ടേമിലേക്ക് കൊടുക്കുന്ന ലോണിന്റെ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഏത് എന്ന് വിളിക്കുന്നത്? ഈ റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. ഈ റിപ്പോ റേറ്റിൽ നിലവിൽ എന്തില്ല, വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. നിലവിലെ റിപ്പോ റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 6.5% ആണ് ഏത് നിലവിലെ റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ന്യൂസ് വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കാം. യെസ്, അപ്പൊ എന്റെ ചോദ്യം എന്താണ്? മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളാണുള്ളത്? യെസ്, 6 അംഗങ്ങളാണുള്ളത് അല്ലെ. 6 അംഗങ്ങളിൽ 3 പേര് എവിടെ നിന്നായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 3 പേര് എവിടെ നിന്നായിരിക്കും? RBIയിൽ നിന്നായിരിക്കും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നായിരിക്കും. ബാക്കി 3 പേര് എവിടെ നിന്നായിരിക്കും? ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നായിരിക്കും. ഓക്കെ, ബാക്കി 3 പേര് എവിടെ നിന്നായിരിക്കും? ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ RBIയുടെ 3 പേരിൽ നിന്ന് വരുന്ന ഒരാൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI ഗവർണർ ആയിരിക്കും. ഓക്കെ, ആരായിരിക്കും? RBI ഗവർണർ ആയിരിക്കും. RBI ഗവർണർക്ക് എന്തിനുള്ള അധികാരം ഉണ്ടായിരിക്കും? കാസ്റ്റിംഗ് വോട്ടിനുള്ള അധികാരം ഉണ്ടായിരിക്കും. എന്തിനാ? കാസ്റ്റിംഗ് വോട്ട്. എന്താണ് ഈ കാസ്റ്റിംഗ് വോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഇപ്പൊ ടോട്ടൽ 6 പേരാണല്ലോ ഡിസിഷൻ പറയുന്നത്. അതിൽ 3 പേര് ഒരു ഡിസിഷനും 3 പേര് മറ്റൊരു ഡിസിഷനും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു ഡിസിഷൻ ഡെഡ് ലോക്ക് കണ്ടീഷനിലേക്ക് എത്തും. എന്ത് കണ്ടീഷനാണ്? ഡെഡ് ലോക്ക് കണ്ടീഷൻ. ഈ സമയത്ത് മാത്രം RBI ഗവർണർക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? ഡിസിഷൻ എടുക്കാനുള്ള അവകാശമുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് കാസ്റ്റിംഗ് വോട്ട്. ആലോചിച്ച് വയ്ക്കാം, RBI ഗവർണർക്ക് മോണിറ്ററി പോളിസി കമ്മിറ്റിയുള്ള അധികാരമാണ് ഏത് എന്ന് വിളിക്കുന്നത്? കാസ്റ്റിംഗ് വോട്ട്. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാസ്റ്റിംഗ് വോട്ടിൽ സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാം. അപ്പോ ഇത്തരം ഒരു ന്യൂസ് വരുമ്പോ നമ്മൾ നോക്കേണ്ട, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, ഇന്ത്യയിൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെയാണ് ഏത്? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി. എന്താണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ഏത്? റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും. എന്താണ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ബാങ്കുകൾക്ക് RBI കൊടുക്കുന്ന എന്താണ് ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഏത്? റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് റിപ്പോ റേറ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. ഉദാഹരണമായിട്ട് എന്ത് ചെയ്യും? ബാങ്കുകളിൽ നിന്ന് എന്ത് ചെയ്യും? RBI എന്ത് ചെയ്യും? ലോൺ എടുക്കും. അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഏത്? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ റിവേഴ്സ് റിപ്പോ റേറ്റ് എപ്പോഴും ഏതിനേക്കാൾ താഴെ ആയിരിക്കും അറിയുന്നത്? റിപ്പോ റേറ്റിനേക്കാൾ താഴെ ആയിരിക്കും. അതായത് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ടൈറ്റ് മോണിറ്ററി പോളിസീസ് ആണ്. അതായത് ഇൻഫ്ലേഷനോ ഡീഫ്ലേഷനോ ഒക്കെ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോണിറ്ററി പോളിസീസ് ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. രണ്ടാമത്തെയാണ് ഇത് ബാങ്ക് റേറ്റ്. എന്താണ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിപ്പോ റേറ്റ് എന്നൊക്കെ വിളിക്കുന്നത് എന്താണ്? ഒരു ഷോർട്ട് ടേമിലേക്കാണെങ്കിൽ ഒരു ലോങ് ടേം പീരീഡിലേക്ക് കൊടുക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഏത് എന്ന് വിളിക്കുന്നത്? ബാങ്ക് റേറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. അതായത് എന്താണ്? ഇൻക്രീസ് ഇൻ ബാങ്ക് റേറ്റ് വിൽ ഇൻക്രീസസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ദി ലോൺസ്
ഡെപ്പോസിറ്റ് ആൻഡ് വൈസ് വേഴ്സ. അതായത് എന്തായിരിക്കും, എപ്പോഴും റിപ്പോ റേറ്റിനേക്കാൾ മുകളിലായിരിക്കും ഏത് എന്ന് വിളിക്കുന്നത്, ബാങ്ക് റേറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നു. പിന്നെ വരുന്നതാണ് ഏത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, SLR is the minimum percentage of deposit that commercial bank has to maintain in the form of liquid cash, gold or other securities. For example, ഇപ്പോ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഏകദേശം ഒരു 100 കോടി രൂപയുടെ ആസ്തിയാണുള്ളതെന്ന് വയ്ക്കാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് NDTL. അവരുടെ ക്യാപിറ്റലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് NDTL. എന്താണ് NDTL? നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ആണ്. നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്. ഇതിന്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എന്ത് ചെയ്യണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഗോൾഡ് ആയിട്ടോ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ടോ സൂക്ഷിക്കണമെന്നുണ്ട്, നിയമമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഏത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഏത്, ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഉദാഹരണമായിട്ട് എല്ലാ ബാങ്കുകളും അവർക്ക് കിട്ടുന്ന NDTLന്റെ ഒരു ചെറിയ പങ്ക് എന്ത് ചെയ്യണം, ഒരു ചെറിയ പെർസെൻറ്റേജ് എന്ത് ചെയ്യണം, ബാങ്കിൽ ക്യാഷ് ആയിട്ട് സൂക്ഷിക്കണം. അതാണ് ഏത്, ക്യാഷ് റിസർവ് റേഷ്യോ. പിന്നെ വരുന്നതാണ് ഏത്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, These include purchase sale of government securities by central government for injection, absorption, durable liquidity in the banking system. അതായത് ഈ ബാങ്കിങ് സിസ്റ്റത്തിലെ ലിക്വിഡിറ്റി കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്, ഇപ്പൊ ഉദാഹരണമായിട്ട് ബാങ്കിൽ ഒരുപാട് ക്യാഷ് ഉണ്ട് എന്ന് വെക്കാം, ആ ക്യാഷിന്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും, നേരെ പോയിട്ട് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ ഇത്തരം പോളിസീസ് ആണ് ആർക്കുള്ളതായിട്ട് കാണാൻ പറ്റുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ക്ലിയർ ആണോ? ക്ലിയർ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് കറണ്ട് അഫെയർ. ഇനി നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പോർട്സുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. എന്താണ് പോർട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കറണ്ട് അഫെയർ? ഇന്ത്യ ടു ഡെവലപ്പ് 6 മെഗാ പോർട്സ് ബൈ 2047. അതായത് എന്ത് ചെയ്യും, 2047 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യും, ഇന്ത്യ എന്ത് ഡെവലപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്, 6 മെഗാ പോർട്ടുകൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് എന്ത്, ന്യൂസ്. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂസിലേക്ക് എന്ത് ചെയ്യാം, പോകാം. In the recent update by the Ministry of Ports, Shipping and Water Yards, significant plans have been outlined the development of mega ports by 2047. അതായത് 2047 ആകുമ്പോഴേക്ക് എന്താണ്, മെഗാ പോർട്സുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്ടുകൾ ആരുടെ കയ്യിലുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലുണ്ട്. ഇതാണ് ഇതിനെ എന്താക്കി മാറ്റുന്നത്, കറണ്ട് അഫെയർ ആയി മാറ്റുന്നത്. ഓക്കെ, അതായത് എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മെഗാ പോർട്ടുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്, ഏകദേശം 6 മെഗാ പോർട്ടുകൾ എന്ത് ചെയ്യും, 2047 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നതായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്, 4 port clusters with a capacity of exceeding 300 million tons per annum. അതായത് എന്താണ്, ഇതിൽ ഏകദേശം 4 പോർട്ടുകൾക്ക് എന്താണ്, ഇയർലി എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, 300 million ടൺസിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് കൊച്ചിൻ, വിഴിഞ്ഞം പോർട്ട് ക്ലസ്റ്റർ, അതുപോലെ തന്നെ എന്താണ് ഗലാട്ട, സൗത്ത് ബേ പോർട്ട്, ചെന്നൈ, കാമരാജ്, അതുപോലെ തന്നെ പ്രദീപ് ആൻഡ് അതർ നോൺ മേജർ പോർട്സിലൊക്കെയാണ് എന്ത് ചെയ്യുക, ഇത്തരം ഒരു ആശയങ്ങൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ 2 പോർട്ടുകൾക്ക് എന്താണ് ഏകദേശം 500 million ടൺസിലധികം കപ്പാസിറ്റി ഉണ്ടായിരിക്കുന്ന പറയുന്ന, ഉദാഹരണമായിട്ടൊന്ന് ദീൻ ദയാലും അതുപോലെ തന്നെ എന്താണ് ജവഹർലാൽ നെഹ്റു പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ എന്താണ് 2047 ആകുമ്പോഴേക്കാണ് എന്ത് ചെയ്യുന്നത്, അമൃത്കാൽ മാരിടൈം അമൃത്കാൽ പദ്ധതിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ഗവൺമെന്റ് ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഇത് കംപ്ലീറ്റ്ലി എന്താണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പോട് കൂടി, അതായത് TPP മെത്തേഡ് ആണ്. എന്താണ് TPP മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈവറ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ആര് ചെയ്യുന്നത്, ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. പൂർണ്ണമായും ആരുടെ സഹായത്തോടു കൂടിയാണ്, പ്രൈവറ്റിന്റെ സഹായത്തോടു കൂടിയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നുള്ള പേരിൽ വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പ്രൈവറ്റിന്റെ പാർട്ണർഷിപ്പോട് കൂടിയായിരിക്കും എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇത്തരം ഒരു ന്യൂസ് വരുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പോർട്ടുകൾ ഏതൊക്കെയെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ നോക്കി വെച്ചിരിക്കണം. ഇതിന്റെ ഇമേജ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നിങ്ങളുടെ PDF എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഇന്ത്യയിലെ പോർട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യണം, ഓരോ സംസ്ഥാനവും അവിടെ വരുന്ന പോർട്ടുകളും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അത് കൂടാതെ ഇവര് പ്ലാൻ ചെയ്യുന്ന 6 മെഗാ പോർട്ടുകളെ കുറിച്ചും എന്ത് ചെയ്യണം,
ഐഡിയ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്? എക്സീഡിങ് ബാൻ ഓൺ സിമി. അതായത് എന്താണ് സിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ആണ്. ഓക്കെ, അതിന് എന്ത് ചെയ്തിട്ടുണ്ട്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടോ 5 വർഷത്തേക്ക് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ബാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം. ഓക്കെ, ഇനി എന്താണ് സിമി, അല്ലെങ്കിൽ എന്താണ് സിമിയുടെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് സിമി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. എന്താണ്? ദ MHA cited involvement in terror, distributing peace and threatening sovereignty as reasons for the ban extension. അതായത് ഇതൊരു സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ ആണ്, പക്ഷേ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ സെക്യൂരിറ്റിക്കും എതിരായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ ഇത് ബാൻ ചെയ്തിട്ടുള്ളത്. അതായത് അത്തരം ആക്ടിവിറ്റീസ് ആര് ചെയ്യുന്നുണ്ട്? സിമി ചെയ്യുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പറയുന്നത്. കൂടാതെ എന്താണ്? സിമി വാസ് ലേബിൾഡ് ആൻഡ് അൺലോഫുൾ അസോസിയേഷൻ. അതേപോലെ തന്നെ എന്താണ്? അൺലോഫുൾ അസോസിയേഷൻ, അതായത് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 2001 പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനൊരു അൺലോഫുൾ അസോസിയേഷനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണക്കാക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് ബാൻ ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് കറണ്ട് അഫെയർ ആണ് എന്താണ്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷൻ. ഇനി ഇതെന്താണ് കറണ്ട് അഫെയറിൽ വരാനുള്ള റീസൺ? റീസെന്റ് എ റിപ്പോർട്ട് ടൈറ്റിൽഡ് റിപ്പോർട്ട് കാർഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് Information Commissions ICs in India 2022 and 23 by the Satrak Nagarik Sangeetan SNS has revealed alarming statistics regarding gender representation and other operational aspects of these commissions based on analysis of information accessed under the Right to Information Act 2005 to 5 from 29 information commissions across India. അതായത് എല്ലാ സ്റ്റേറ്റിലും ഇൻഫോർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ ഏകദേശം 2022-23 എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ അവിടെ വരുന്ന എന്താണ് ജെൻഡർ റെപ്രസെന്റേഷൻ എന്നതിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റിപ്പോർട്ട് കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് ന്യൂസ് ആയിട്ട് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ? ഇനി നമുക്ക് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനിലേക്ക് പോവാം. ഓക്കെ, ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതിൽ ഒരു ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും അതുപോലെ തന്നെ 10 ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സും അടങ്ങുന്നതാണ് ഇത് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ. അപ്പോയിന്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇനി ഇവരുടെ ഓത്ത് സത്യപ്രതിജ്ഞയെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫോർമേഷൻ ആക്ടിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ല, ഇൻഫോർമേഷൻ ആക്ടിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. ഇതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇതിലെ കാൻഡിഡേറ്റ്സ് എന്താണ്? പബ്ലിക് ലൈഫിൽ എന്താണ്? പല പല മേഖലകളിൽ എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഇവർ എന്തിന്റെ ഭാഗമായിരിക്കരുത്? ഓഫീസ് ഓർ എനി അതർ ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, അതായത് ഗവൺമെന്റ് ജോലിയുടെ ഭാഗമായിരിക്കരുത്. അതായത് മറ്റ് ഗവൺമെന്റ് ജോലികൾ ചെയ്യുന്ന വ്യക്തിയാവാൻ എന്തില്ല? അനുവാദമില്ല. ഇനി ഇവരെ അപ്പോയിന്റ് ചെയ്യാൻ ആരാണ് പ്രസിഡന്റ് നിർദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ചെയർ ചെയ്യുന്ന എന്താണ്? ഒരു സമിതിയാണ്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ദ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലോകസഭയിലെ ഓപ്പോസിറ്റ് ലീഡർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിലെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി ഇവരുടെ കാലാവധി എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷന്റെയും ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സിന്റെയും കാലാവധി ഒന്നെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. ഏതാണോ ആദ്യം അതുവരെ. പക്ഷെ ഇവരെ പിന്നെയും എന്ത് ചെയ്യാൻ പറ്റില്ല? റീ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ വട്ടം എന്ത് ചെയ്യാൻ പറ്റൂ? അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷന്റെ സാലറി എന്ന് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് തുല്യമാണ്. ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സിന്റെ സാലറി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷണർക്ക് എന്താണ്? തുല്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 5 വർഷമാണ് നമ്മൾ പറഞ്ഞു. ഇനി സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷനിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പാസ്സാക്കുന്ന ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെയാണ് ഇവർ നിലവിൽ വരുന്നത്. ഒരു സ്റ്റേറ്റ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സും അടങ്ങുന്നതാണ് ഏത്? സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷൻ. ഇത് ശ്രദ്ധിക്കുക, ഈ 10 എന്നുള്ളത് ഓരോ സ്റ്റേറ്റിലും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ ജനറൽ ആസ്പെക്ട് ആണ് പറയുന്നത്. ഇനി എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റിലെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ഇൻഫോർമേഷൻ കമ്മീഷൻ ആവാൻ സെൻട്രൽ കമ്മീഷണേഴ്സിന്റെ അതേ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതേ ക്വാളിഫിക്കേഷൻ എന്താണ്? വേണമെന്ന് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇതിലെ കമ്മിറ്റി ഹെഡ് ചെയ്യുന്ന ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും? ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ അതർ മെമ്പേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്?
ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എന്താണ് ഓപ്പോസിറ്റ് ലീഡർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്യാബിനറ്റ് മിനിസ്റ്ററെ ആര് നോമിനേറ്റ് ചെയ്യും? ചീഫ് മിനിസ്റ്റർ എന്ത് ചെയ്യും? നോമിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റേറ്റിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ശമ്പളം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇലക്ഷൻ കമ്മീഷണർക്കും അതുപോലെ തന്നെ എന്താണ് സാലറി എന്ന് പറയുന്നത് എന്താണ് ചീഫ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റും എന്തായിരിക്കും തുല്യമായിരിക്കും എന്നുള്ളതാണ്. ക്ലിയർ? ഇനി ഇവരുടെ അധികാരങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന റൈറ്റ് ടു ഇൻഫോർമേഷൻ അല്ലെ, ഇൻഫോർമേഷൻ റിക്വസ്റ്റുകൾ, നോൺ കംപ്ലൈൻസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, പരിശോധിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കുറിച്ച് എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, റീസണബിൾ ഗ്രൗണ്ട്സിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, എൻക്വയറി ചെയ്യാം. അതുപോലെ തന്നെ ഇവർക്കൊരു സിവിൽ കോർട്ടിന്റെ അധികാരം ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും, ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ആയിരിക്കും. എന്താ വിളിക്കുക? ക്വാസി ജുഡീഷ്യൽ ബോഡി. എന്താണ് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉദാഹരണമായിട്ട് ഒരു സിവിൽ കോർട്ടിന്റെ അധികാരം ഉണ്ടായിരിക്കും. അതായത് റൈറ്റ് ടു ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കേസുകൾ എടുക്കാൻ എന്ത് ചെയ്യും, ഇവർക്ക് പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് ഇവർക്ക് ഡിസിഷൻസ് എടുക്കാം, പെനാൽറ്റീസ് ഒക്കെ കൊടുക്കാൻ എന്താണ് പൂർണ്ണമായിട്ടും എന്താണ് അധികാരം ഉണ്ട് എന്നുള്ള മാരുടെ പ്രത്യേകതയാണ്, ഇവരുടെ പ്രത്യേകതയാണ്. ക്ലിയർ? ഇനി ഇവരുടെ ലൊക്കേഷൻ എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ എവിടെയാണ് വരുന്നത്? ഡൽഹിയിലാണ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഓരോ സ്റ്റേറ്റിന്റെയും നമുക്ക് എന്താണ് അറിയാം, പൂർണ്ണമായിട്ടും എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടായിരിക്കും. സ്റ്റേറ്റിന് നമ്മൾ അത്രയും നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഏതിനാണ്, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനായതുകൊണ്ട്. ഓക്കെ, എഗെയിൻ ദ പ്രിയാമ്പിൾ അല്ലെ. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഏതൊക്കെ കേസുകളിലാണ് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചത് എന്ന് ഞാൻ നേരത്തെ ചോദിച്ചു വെച്ചിരുന്നു അല്ലെ. യെസ്, ഒരാളും മറുപടി തന്നിട്ടുണ്ട്. ഐശ്വര്യ എന്താണ്? യെസ്, ബരിവാരി കേസിൽ സുപ്രീം കോർട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്തല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല എന്നും, അതേസമയം എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടി നെഹ്റു പാസ്സാക്കിയ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ്. അതായത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മാത്രമാണ് പ്രിയാമ്പിൾ എന്നുള്ളതായിരുന്നു ബരിവാരി കേസിൽ ആരുടെ വിധി എന്ന് വിളിക്കുന്നത്, സുപ്രീം കോർട്ടിന്റെ. പക്ഷേ കേശവാനന്ദ ഭാരതി കേസിൽ വിധി മാറ്റി പറഞ്ഞു. എന്താണ് 1973 പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട് അന്നത്തെ 13-അംഗ ജഡ്ജ്. ആൻഡ് SR ബൊമ്മൈ കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലും 1994, അതുപോലെ തന്നെ LIC കേസ് 1995 പ്രിയാമ്പിൾ എന്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ വെറും ഭാഗമല്ല, ഇന്റഗ്രൽ പാർട്ട് അഥവാ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് എന്നും പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ പൂർണ്ണമായിട്ടും ജഡ്ജ്മെന്റ് വന്നിട്ടില്ല. പക്ഷെ നിലവിലുള്ള പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അമെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നിലവിൽ കാണുന്ന ഈ സ്ട്രക്ചറിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വ്യത്യാസം വരുത്താൻ പറ്റില്ല. പക്ഷെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുതിയ വാക്കുകളെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്, പ്രിയാമ്പിളിൽ ആഡ് ചെയ്യാം എന്നുള്ളതാണ് നിലവിലെ ഏതിന്റെ സ്റ്റാറ്റസ് എന്ന് വിളിക്കുന്നത്, പ്രിയാമ്പിളിന്റെ സ്റ്റാറ്റസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി സുപ്രീം കോടതി ഇത് മാറ്റി പറയുമോ ഇല്ല എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതാണ് നിലവിൽ ആരുടെ സ്റ്റാറ്റസ് എന്ന് വിളിക്കുന്നത്, പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റാറ്റസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? എനി ഡൗട്ട്സ്? Any doubts? Okay, fine. And next news. എന്താണ് നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്? 200 ജയന്തി സെലിബ്രേഷൻസ് ഓഫ് സ്വാമി ദയാനന്ദ സരസ്വതി ആണ് എന്താണ് നെക്സ്റ്റ് ന്യൂസ്. ഓക്കെ, എന്താണ് റീസെന്റ് the Prime Minister of India addressed a program on the 200th birth anniversary of the Swami Dayananda Saraswati. Okay, Swami Dayananda Saraswatiയുടെ 200ാമത്തെ എന്താണ് ബർത്ത് ആനിവേഴ്സറിയുമായിട്ട് പ്രസിഡന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കാം. എന്താണ് സ്വാമി ദയാനന്ദ സരസ്വതി വാസ് ബോൺ ആസ് ദ മൂൾ ശങ്കർ തിവാരി ഓൺ 12th February 1824 ഇൻ തങ്കര, ഗുജറാത്ത്. അതായത് എന്താണ് തങ്കര, ഗുജറാത്തിലെ 1824 എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഹി വാണ്ടഡ് ആസ് ആൻ അസെറ്റിക് ഫോർ 15 years, അതായത് 1845 മുതൽ 60 വരെ ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത് എന്നുള്ളതാണ്. ആൻഡ് ദ ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് 1886. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 1886 എന്തിന് തുടക്കം കുറിക്കുന്നുണ്ട്, ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾസിന് എന്താണ്
ദയാനന്ദ സരസ്വതിയുടെ ഒരു വിഷൻ ആയിരുന്നു ഏത് എന്ന് വിളിക്കുന്നത്? ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ഫസ്റ്റ് ആര്യ സമാജ് യൂണിറ്റ് വാസ് ഫോർമലി സെറ്റപ്പ് ഇൻ സ്വാമി ദയാനന്ദ സരസ്വതി അറ്റ് മുംബൈ ഇൻ 1875. അതുപോലെ തന്നെ 1875 എന്ത് ചെയ്തു? ആര്യ സമാജത്തിന്റെ ഫസ്റ്റ് യൂണിറ്റ് എന്താണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ആൻഡ് ലേറ്റർ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സമാജ് were established at Lahore. And they took inspiration from the Vedas and considered them to be India's rock of ages in the infallible and true original seed of Hinduism. അതായത് എന്താണ്? ഇദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷൻ എവിടെ നിന്നായിരുന്നു? വേദാസിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യസ് റോക്ക് ഓഫ് ഏജസ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം കൊടുത്ത സ്ലോഗൻ ആണ് ഏത് എന്ന് വിളിക്കുന്നത്? ബാക്ക് ടു വേദാസ് എന്ന് പറയുന്ന സ്ലോഗൻ. ഇതാരുടെ സ്ലോഗൻ ആയിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി എന്നായിരുന്നു സ്ലോഗൻ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ന്യൂസ്, മെയ്ഡ് ഇൻ ഇന്ത്യ സൗദി അറേബ്യ ആർമി എക്സൈസ് ആണ്. ഓക്കെ. നമുക്ക് കാണാൻ പറ്റും ഓരോ ആഴ്ച വരുമ്പോഴും ഏതെങ്കിലും ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മിലിറ്ററി എക്സൈസ് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായി വരുന്നുണ്ട്. നമ്മൾ പേരെന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. റീസെന്റ് ദ മെയ്ഡ് ജോയിന്റ് മിലിറ്ററി എക്സൈസ് സദാ between the India Army and Royal Saudi Land Force concluded the Mahajan Field Firing Ranges. അതായത് എന്താണ്? മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിൽ ഇന്ത്യയും അതുപോലെ തന്നെ സൗദിയും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മിലിറ്ററി എക്സൈസ് നടത്തിയിട്ടുണ്ട്. അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സദാ ഫനിസ്ക് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു 12-day ജോയിന്റ് എക്സൈസ് ആണ്. ആരുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ ഏതിന്റെ അണ്ടറിലാണ്? UN മാൻഡേറ്റിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് നടത്തുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്? ഇന്ത്യയും സൗദിയും തമ്മിലുള്ള മറ്റൊരു എക്സൈസ് ആണ് ഏത് എന്ന് വിളിക്കുന്നത്? അൽ മുഹമ്മദ് അൽ ഹിന്ദി എക്സൈസ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് മിലിറ്ററി എക്സൈസ് എന്ന് ചോദിക്കാറുള്ളൂ. ഓക്കെ. അതായത് അതിന്റെ പേരെന്താണ്? അത്രയും കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ചോദിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റാറുള്ളൂ. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വൺ, 15 കറണ്ട് അഫയർ എന്താണ്? സ്മാർട്ട് ഫുഡ് ഗ്രെയിൻ സ്റ്റോറേജ് സിസ്റ്റം, ദാറ്റ് മീൻസ് സേഫ്റ്റി ടെക്നോളജി. ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ്? റീസെന്റ് ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി MITI has successfully transferred the smart food grain storage system safety technology to the Paras Defense and Space Technology Limited. This is a setup towards fostering innovation and advancing technology in the country. അതായത് എന്താണ്? നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്മാർട്ട് ഫുഡ് ഗ്രെയിൻ സ്റ്റോറേജ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്? പാരാസ് ഡിഫൻസ് സ്പേസ് ടെക്നോളജിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കൈമാറിയിട്ടുണ്ട്. ആരാണ് കൈമാറിയിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി MITI ആണ് കൈമാറിയിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. എന്താണ്? സേഫ്റ്റി ഡെവലപ്പ് ചെയ്ത സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ആൻഡ് ഓട്ടോണമസ് R&D ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ MITI. അതായത് MITIയുടെ അണ്ടറിൽ വരുന്ന ആരാണ്? സൊസൈറ്റി ഓഫ് മൈക്രോ വേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച്, സമീർ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോം ചെയ്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. അവരാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം ഒരു ടെക്നോളജിക്ക് എന്ത് ചെയ്യുന്നത്? തുടക്കം കുറിച്ചിരിക്കുന്ന. ആൻഡ് എന്താണ് പറയുന്നത്? ഇറ്റ് ലീഡിംഗ് ബാക്സ് വിത്ത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഫോർ ദ traceability, online weight and moisture measurement, and radio frequency based removal of moisture from grain. The system can be handled almost truckload, approximately weight 28 tons of grains in 14 minutes. അതായത് എന്താണ്? ഏകദേശം 28 ടൺസ് വരെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഏകദേശം എത്ര മിനിറ്റ് കൊണ്ട്? 40 മിനിറ്റ് കൊണ്ട്. ഓക്കെ. നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സേഫ്റ്റി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് ഏതിന്റെ ഭാഗമായിട്ടാണ്? വികസിത് ഭാരത് at 2014 എന്ന 2047 എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ഇത്തരം മിഷൻസ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. നമുക്കറിയാം ഇതൊരു മേക്കിംഗ് ഇന്ത്യ പ്രോഗ്രാമിന്റെ കൂടി എന്താണ്? ഭാഗമാണ് എന്നുള്ളതാണ്. ഇനി ഈ ടെക്നോളജി എന്തിനു സഹായിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റെഡ്യൂസിങ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്. അതായത് എന്താണ്? പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ടെക്നോളജി സഹായിക്കും എന്നുള്ളത് ഏതിന്റെ പ്രത്യേകതയാണ്? ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വൺ ആണ് മഹാത്മാ ഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005 അല്ലെ? ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ
മഹൻരേഗ പ്രോഗ്രാം. ഇനി ഈ മഹൻരേഗ പ്രോഗ്രാം എന്താണ് കറണ്ട് അഫെയർ ആയിട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മഹൻരേഗ പ്രോഗ്രാം ഒരു കറണ്ട് അഫെയർ ആയിട്ട് മാറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് മഹൻരേഗ 2015 has been crucial lifeline for rural workers in India. However, a recent report by Parliamentary Standing Committee on Rural Development and Panchayati Raj has shed light on the concerning issues regarding the implementation of the scheme. അതായത് നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എന്താണ് ഒരു റിപ്പോർട്ട് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് നോക്കാം. എന്താണ്? മഹൻരേഗ is the one of the largest work guarantee program in the world, launched in 2005. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എന്താണ് വർക്ക് ഗ്യാരണ്ടി പ്രോഗ്രാം ആണ് ഇത്. മഹൻരേഗ പ്രോഗ്രാം എന്ന് വിളിക്കുന്ന മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ അണ്ടറിലാണ് ഏത് നടപ്പിലാക്കുന്നത്? ഈ ഒരു പ്രോഗ്രാം നടപ്പിലാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് മഹൻരേഗ is demand-based wage employment scheme that provides at least 100 days of guaranteed wage employment each family per fiscal year. അതായത് ഒരു വർഷം, അതായത് ഒരു സാമ്പത്തിക വർഷത്തില് ഏറ്റവും കുറഞ്ഞത് 100 ദിവസമെങ്കിലും തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ഏതിന്റെ ലക്ഷ്യം? മഹൻരേഗ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. And it provides livelihood security, which means that rural households have alternative sources of income. അതായത് എന്താണ്? ലൈവ്ലിഹുഡ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യുക? ആളുകൾക്ക്, അതെ, റൂറൽ ഹൗസ് ഹോൾഡ്സിന് എന്ത് ചെയ്യുക? ആൾട്ടർനേറ്റീവ് ഇൻകം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം ഒരു പദ്ധതി കൊണ്ടുവരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് നിലവിൽ 14.32 crore രജിസ്ട്രേഡ് ജോബ് കാർഡ്സ്, ഏകദേശം എന്താണ് 14.32 രജിസ്ട്രേഡ് ജോബ് കാർഡ്സ് ഏതിന്റെ അണ്ടറിൽ കാണാൻ പറ്റും? ഇതിന്റെ അണ്ടറിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? ഇതിൽ തന്നെ 68.22% ജോബ് കാർഡ്സും എന്താണ് ആക്റ്റീവ് ആണ്. ഏകദേശം 25.25 കോടി വർക്കേഴ്സ് ആണ് ഏതിന്റെ അണ്ടറിൽ വരുന്നത്? ഇതിൽ വരുന്നത്. അതിൽ തന്നെ 56.83 വർക്കേഴ്സും എന്താണ് ഇതിൽ ആക്റ്റീവ് ആണ് എന്നുള്ളത് ഏതിന്റെ പ്രത്യേകതയാണ്? ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. എത്ര പേരാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര ജോബ് കാർഡ്സുകളാണ് ഇതിന്റെ അണ്ടറിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ ഗ്ലോബൽ ബയോസിറ്റി ഫ്രെയിംവർക്ക് ഫണ്ട് ആണ്. ഓക്കെ, എന്താണ്? ദ ഫസ്റ്റ് കൗൺസിൽ മീറ്റിംഗ് ഓഫ് ദ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് ഫണ്ട് ടുക്ക് ദ പ്ലേസ് റീസെന്റ് ഇൻ വാഷിംഗ്ടൺ DC US. അതായത് എന്താണ്? നിലവില് US യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വാഷിംഗ്ടൺ DC നടന്ന എന്താണ് ഫസ്റ്റ് കൗൺസിൽ മീറ്റിംഗിൽ എന്തിനുള്ള ഇത് വന്നിട്ടുണ്ട്? ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് ഫണ്ടിനുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് ന്യൂസ് ആയിട്ട് എന്താണ് വരാനുള്ള കാരണം. ഇനി എന്താണ് ഇതിൽ പറയുന്നത്? The meeting held as part of the 66th Council meeting of Global Environment Facility. അതായത് GEFന്റെ 66ാമത്തെ എന്താണ് കൗൺസിൽ മീറ്റിംഗ് ആയിരുന്നു. ഇതിലെന്താണ് പറയുന്നത്? Underscored the necessity of securing funds to fulfill objective outlined in the Kunming Montreal Global Biodiversity Framework adopted in COP15. അതായത് COP15 എന്ത് ചെയ്യുന്നത്? ഇത്തരം ഒരു ആശയം കടമെടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഇതിന് എത്രത്തോളം ഫണ്ടിങ്ങൾ ആവശ്യമാണ് എന്തിന്? ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഇതിനാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഗൈഡ് ലൈൻസ്, അതായത് COP15 എന്ത് ചെയ്യുന്നത്? കൺവെൻഷൻ ഓഫ് ബയോഡൈവേഴ്സിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ ഇന്ന് 2022 പാസ്സാക്കിയ കാര്യങ്ങൾക്കുള്ള എന്താണ് ഗൈഡ് ലൈൻസ് അവതരിപ്പിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. As per the GEF, the implementing agency for GBFF serves as the financial mechanism to 5 conventions: CBD, UNFCCC, Stockholm Convention, Persistent Organic Pollutions, UN Convention on Combat Desertification, and Minamata Convention on Mercury. അപ്പൊ ഇത്രയും കൺവെൻഷൻസിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇത്രയും കൺവെൻഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു ഫൈനാൻഷ്യൽ മെക്കാനിസം ആണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം ഒരു ഫണ്ട്, അതായത് ഈ ഫണ്ടിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണമായിട്ട് 2 രാജ്യങ്ങളുണ്ടെന്ന് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ X and Y. ഇതിന്റെ സെൻട്രൽ പോയിന്റിലാണ് നമ്മുടെ ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുന്നത്. അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു ഫണ്ടിങ് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കുക. ഓക്കെ, ഗ്ലോബൽ ലെവലിൽ തന്നെ ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു ഫണ്ടിങ് കണ്ടുപിടിക്കുക.
ആൻഡ് അതിന്റെ ഇംപ്ലിമെന്റേഷനിലൂടെ എന്ത് ചെയ്യുക, ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുക. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നില്ലേ, നിലവിൽ ക്ലൈമറ്റ് ആക്ഷൻസ് റണ്ണിങ് ആണ്, അതായത് ക്ലൈമറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളും പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നില്ലേ. ഇൻ ദ സെയിം കൺസെപ്റ്റ് ആണ് എവിടെയും വരുന്നത്. ബയോഡൈവേഴ്സിറ്റിയുടെ പേരിലും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ന്യൂസ്, ഒഡീഷ ഗവൺമെന്റ് സ്വയം ആൻഡ് കൃഷി സ്കീംസ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഒഡീഷ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, 1 livelihood cash assistance, that means 1,000 rupees for families convert public distribution system in the state. അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ലൈവ്ലിഹുഡ് ക്യാഷ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 1,000 rupees എന്ത് ചെയ്തിട്ടുണ്ട്, ഈച്ച് ഫാമിലീസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒഡീഷ ഗവൺമെന്റ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ന്യൂസ് വരുന്നത്. ഓക്കെ, ഈ സ്കീം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സ്വയം എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്ക് ലോൺസ് ഉണ്ട് ഏകദേശം 1 ലക്ഷം രൂപ വരെ റൂറൽ അൺഎംപ്ലോയിഡ് യൂത്തിന് വേണ്ടിയിട്ട്, അതായത് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക്, ആൻഡ് സ്പെഷ്യൽ കാറ്റഗറി ആണെങ്കിൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്, പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ എന്താണ്, പ്രധാനമന്ത്രി മുദ്ര യോജന അല്ലെ, നമുക്കറിയാം അത് 2015 നമ്മൾ ലോഞ്ച് ചെയ്താണ്. ഏകദേശം എന്താണ് 10 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യും, ലോൺ കൊടുക്കും. ഓക്കെ, അത് നോൺ കോർപ്പറേറ്റ്, നോൺ ഫാം, സ്മോൾ മൈക്രോ എന്റർപ്രൈസസിന്റെ ഒക്കെ ഭാഗമായിട്ട്, അതായത് എന്ത് ചെയ്യുക, ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ദ ഗവൺമെന്റ് എക്സ്പാൻഡഡ് എക്സിസ്റ്റിംഗ് കുഷി സ്കീം നൗ കാൾഡ് കുഷി പ്ലസ്. ഇത് എന്ത് ചെയ്യുന്നത്, നിലവിലുള്ള കുഷി സ്കീമിന് എന്ത് ചെയ്തു, ഇവര് കുഷീസ് പ്ലസ് ആക്കി. എന്താണ് കുഷി പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ഡിസ്ട്രിബ്യൂട്ട് ബെൽറ്റഡ് സാനിറ്ററി നാപ്കിൻ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ deliveries and medical termination of pregnancy in the government facilities, aiming to improve menstrual hygiene awareness and reduce the maternity mortality and morbidity rates in the state. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ ഹൈജീൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ഹൈജീൻ ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, കുഷീസ് പ്ലസ് സ്കീം കൊണ്ടുവരുന്നുണ്ട്. എന്താണ് കുഷി പ്ലസ് സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാനിറ്ററി നാപ്കിൻസ് എന്ത് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, ഡെലിവറി ചെയ്യുക. അതുപോലെ തന്നെ മെഡിക്കൽ ടേർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഗവൺമെന്റ് ഫെസിലിറ്റീസിലൊക്കെ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഒഡീഷ ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒഡീഷ ബോസ്റ്റ് ഹൈ റേറ്റ് ഓഫ് 81.5% ഓഫ് വുമൺ യൂസിംഗ് ഹൈജീനിക് മെൻസ്ട്രൽ പ്രൊട്ടക്ഷൻ എക്സീഡിംഗ് ദ നാഷണൽ ആവറേജ് ആസ് പെർ ദ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5 പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഒഡീഷയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം 81.5 വുമൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഹൈജീൻ മെൻസ്ട്രൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അത് വീണ്ടും ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പുതിയ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് 19ാമത്തെ എന്താണ്, ഇന്ത്യ ആക്ട് ഈസ്റ്റ് പോളിസിയാണ്. എന്താ ഇന്ത്യയാണ് ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്താണ്, recently the Ministry of Ports, Shipping and Waterways has flagged off the first batch of trial cargo vessels from Maya Inland Custom Port to West Bengal to Satlanj Port in the Bangladesh, marking the significant step under the India's Act East policy with the focus of enhancing inland water transport. അതായത് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഇന്ത്യസ് ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിലൊരു ട്രയൽ കാർഗോ വെസൽറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് അയച്ചിട്ടുണ്ട്. എന്താണ് ഇന്ത്യയുടെ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ ആക്ട് ഈസ്റ്റ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് വിളിക്കുന്നത് ഏഷ്യൻ കൺട്രീസ്, ആസിയാൻ കൺട്രീസ് പ്ലസ് എക്കോണമിക് ഇന്റഗ്രേഷൻ പ്ലസ് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് പ്ലസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ചേർന്നാണ്. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളിലാണ് ഏത് ഫോക്കസ് കൊടുക്കുന്നത്, ഈ ഈസ്റ്റ് പോളിസി ഫോക്കസ് കൊടുക്കുന്നത്. അതായത് പ്രധാനമായിട്ടും കൾച്ചർ, കൊമേഴ്സ്, കണക്ടിവിറ്റി, കപ്പാസിറ്റി ബിൽഡിംഗ് എന്നിവ ഇത്തരം രാജ്യങ്ങളിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു പോളിസി വന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് കൾച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊമേഴ്സ് ആയിക്കോട്ടെ. ഇപ്പൊ കൊമേഴ്സിന്റെ ഭാഗമാണ് ഇത് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നൊക്കെ വിളിക്കുന്നത് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വന്ന പോളിസിയാണ് ഏത്, ആക്ട് ഈസ്റ്റ് പോളിസി എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഗ്രോയിങ് ചൈനീസ് assertiveness in the South China Sea and the Indian Ocean, securing freedom navigation and India's own role in the Indian Ocean is a key feature of Act East policy. അതുപോലെ നമുക്കറിയാം, നിലവില്
ഈ ഇന്ത്യൻ ഓഷ്യനിൽ പ്രധാനപ്പെട്ട പങ്ക് പലപ്പോഴും വഹിക്കുന്നത്, അല്ലെങ്കിൽ സൗത്ത് ചൈന സീയിലൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ചൈനീസ് ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യാം, മാറിക്കൊണ്ട് ഇന്ത്യക്ക് അവരുടേതായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഏതിന്റെ ഭാഗമാണ്, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് കണക്കാക്കുന്നത്. ആൻഡ് ഇൻ pursuance of this, India has been engaged under the narrative Indo-Pacific and informal grouping of CALCUT. അതുപോലെ തന്നെ എന്താണ്, നിലവിൽ ഇന്ത്യ എന്തിനു വേണ്ടിയിട്ട് ഈ ആക്ട് ഈസ്റ്റ് പോളിസിയിലൂടെ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഇൻഫോർമൽ ഗ്രൂപ്പിംഗ് ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ക്യുഡ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വൺ, സുപ്രീം കോർട്ട് സ്ട്രൈക്ക് ഡൗൺ ദി ഇലക്ടോറൽ ബോണ്ട് സ്കീം. അതായത് നമ്മളിപ്പോ നിലവിൽ ന്യൂസ് കേട്ട് കാണും, എന്ത് ചെയ്യുന്നു, ഇലക്ടോറൽ ബോണ്ട് പൂർണ്ണമായിട്ടും ആര് വേണ്ടാന്ന് വെക്കുന്നുണ്ട്, സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുണ്ട്, വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ എന്താണ് ഇലക്ടോറൽ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഇലക്ടോറൽ ബോണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്ത് ചെയ്യാറുണ്ട്, ഫണ്ടുകൾ കൊടുക്കാറുണ്ട് അല്ലെ. പല രീതിയിലുള്ള ഫണ്ടുകൾ ആർക്ക് കൊടുക്കാറുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുക്കാറുണ്ട്. അത് ലെസ് ദാൻ 20,000 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേരെന്ത് ചെയ്യില്ല, വെളിപ്പെടുത്തില്ല. പക്ഷെ ഗ്രേറ്റർ ദാൻ 20,000 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ പേരെന്ത് ചെയ്യും, വെളിപ്പെടുത്തും. പക്ഷെ ഇങ്ങനെ പലപ്പോഴും കിട്ടുന്ന മണി എന്താണ്, ബ്ലാക്ക് മണി ആണ് എന്നും. ഓക്കെ, ഇങ്ങനെ പലപ്പോഴും കിട്ടുന്ന മണി എന്താണ്, ബ്ലാക്ക് മണി ആണ് എന്നും. ആ ബ്ലാക്ക് മണി കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് 2017 ബഡ്ജറ്റിൽ അരുൺ ജെയ്റ്റ്ലി എന്ത് പാസ്സാക്കുന്നത്, ഇലക്ടോറൽ ബോണ്ട് എന്നുള്ള സ്കീം പാസ്സാക്കുന്നത്. എന്താണ് ഇലക്ടോറൽ ബോണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഏത് അവതരിപ്പിക്കുക, ഇലക്ടോറൽ ബോണ്ട് അവതരിപ്പിക്കുക. ഈ ഇലക്ടോറൽ ബോണ്ട് എന്ത് ചെയ്യാം, ഏതൊരു പേഴ്സണ് വേണമെങ്കിലും എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഏതൊരു പേഴ്സണ് വേണമെങ്കിലോ അല്ലെങ്കിൽ ഏതൊരു കമ്പനിക്ക് വേണമെങ്കിലോ ഈ ഇലക്ടോറൽ ബോണ്ട്സ് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഈ ഇലക്ടോറൽ ബോണ്ട്സ് പർച്ചേസ് കഴിഞ്ഞാൽ 1 കോടിക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ 2 കോടിക്കൊക്കെ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ പർച്ചേസ് ചെയ്തത്, ഈ പൊളിറ്റിക്കൽ പാർട്ടി എന്ത് ചെയ്യും, ഈ വിവരം ഇൻഫോം ചെയ്യും. പൊളിറ്റിക്കൽ പാർട്ടി 15 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, ഇതിനെ എൻകാഷ് ചെയ്യണം. എൻകാഷ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ബോണ്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, അത് പൈസയാക്കി മാറ്റണം. ഇനി അങ്ങനെ പൈസയാക്കി മാറ്റിയില്ല, ഈ 15 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യില്ല, ഇത് പൈസയാക്കി മാറ്റിയില്ല എന്ന് വെക്കാം. 15 ഡേയ്സിൽ ഇത് പൈസയാക്കി മാറ്റിയില്ല എന്ന് വെക്കാം. അപ്പൊ ഈ പൈസ നേരെ എങ്ങോട്ട് പോകുന്ന പറയുന്നത്, പൊളിറ്റിക്കൽ പാർട്ടീസ് അത് പൈസയാക്കി മാറ്റില്ലെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്. ഓക്കെ, പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യും, അത് പോകും. ഇതാണ് ഇലക്ടോറൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ ഇലക്ടോറൽ ബോണ്ട് എന്തിനെതിരാണെന്നാണ് പറയുന്നത്, ആർട്ടിക്കിൾ 19(1)(a). എന്താണ് ആർട്ടിക്കിൾ 19(1)(a) എന്ന് വിളിക്കുന്നത്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. ഇതേ ആർട്ടിക്കിളിൽ തന്നെയാണ് ഇൻഡയറക്ട്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കാര്യം പറയുന്നത്, റൈറ്റ് ടു ഇൻഫോർമേഷൻ. അതായത് റൈറ്റ് ടു ഇൻഫോർമേഷൻ, വിവരാവകാശത്തിനെതിരാണ്. കാരണം ഇപ്പൊ നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ വോട്ട് ചെയ്യുമ്പോൾ അതിൽ ആരൊക്കെ കാശ് കൊടുത്തു എന്നറിയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് 20,000 രൂപ വരെ കൊടുക്കുന്ന അത്ര വലിയ പ്രശ്നമല്ല. പക്ഷെ 20,000 രൂപയ്ക്ക് മുകളിൽ ഒരാൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ, 20,000 രൂപയ്ക്ക് മുകളിൽ ഒരാൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ, ആ പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഫേവർ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ആരാണ് ആ ഫേവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇത്തരം ഫണ്ടുകൾ പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുക്കുന്നത് എന്നറിയാൻ ജനങ്ങൾക്ക് പൂർണ്ണമായ അവകാശമുണ്ടെന്നാണ് ആര് പറയുന്നത്, സുപ്രീം കോർട്ട് പറയുന്നത്. അങ്ങനെ ആ ഇൻഫോർമേഷൻ കൊടുത്തില്ലെങ്കിൽ ഇത് എന്തിനെതിരായി മാറും, റൈറ്റ് ടു ഇൻഫോർമേഷൻ എതിരായി മാറും. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇലക്ടോറൽ ബോണ്ട് എന്നുള്ള സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ്, ബ്ലാക്ക് മണി എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ള. ബ്ലാക്ക് മണി എന്ത് ചെയ്യുക, ഒഴിവാക്കുക. കാരണം ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരു വ്യക്തി പർച്ചേസ് ചെയ്യുമ്പോൾ ത്രൂ ഇന്റർനെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, അതായത് ബാങ്കിങ് സംവിധാനങ്ങൾ വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്, ഇലക്ടോറൽ ബോണ്ടിന്റെ പ്രത്യേകതയാണ്. പക്ഷെ സുപ്രീം കോർട്ട് പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 19(1)(a) എന്ന് വിളിക്കുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ അല്ല ഏത്, ബ്ലാക്ക് മണി. അതായത് എന്താണ് ഈ റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ
ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ നിങ്ങൾക്ക് പൂർണ്ണമായ മൗലികാവകാശം തരുന്നു. പക്ഷേ ഈ മൗലികാവകാശം എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ 8 റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് സെക്യൂരിറ്റി. അതായത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരായിട്ട് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ പറയുന്നത് സോവേണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. രാജ്യത്തിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. മൂന്നാമത് പറയുന്നത് ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്. ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്. അതായത് നമ്മൾ ഫോറിൻ സ്റ്റേറ്റുമായിട്ട് പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്, പക്ഷെ അവർക്കെതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. 4 പബ്ലിക് ഓർഡർ. പബ്ലിക് ഓർഡറിനെതിരായിട്ട് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, ഈ അവകാശം ഉപയോഗിക്കാൻ പറ്റില്ല. 5ാമത് പറയുന്നത് ഡീസൻസി ഓർ മൊറാലിറ്റി. ഡീസൻസി ഓർ മൊറാലിറ്റിക്കെതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. 6 എന്താണ് പറയുന്നത്, ഹേറ്റ് സ്പീച്ച്. ഹേറ്റ് സ്പീച്ച്. ഹേറ്റ് സ്പീച്ചിനെതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. 7 എന്താണ് പറയുന്നത്, ഡിഫമേഷൻ. അപകീർത്തിപ്പെടുത്തലാണ് ഡിഫമേഷൻ. ഡിഫമേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. 8 കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. കോടതിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ 8 ഗ്രൗണ്ട്സിൽ മാത്രമേയാണ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ ഉപയോഗിക്കാൻ പറ്റാത്തുള്ളൂ. ഈ 8 ഗ്രൗണ്ട്സിൽ ഒരു ഗ്രൗണ്ട് അല്ല ഏത് എന്ന് വിളിക്കുന്നത്, ബ്ലാക്ക് മണി എന്ന് വിളിക്കുന്നത്. നോക്കി, 8 ഗ്രൗണ്ടിൽ ഒരു ഗ്രൗണ്ട് അല്ല ഏത് എന്ന് വിളിക്കുന്നത്, ബ്ലാക്ക് മണി എന്ന് വിളിക്കുന്നത്. ഓക്കെ, 8 ഗ്രൗണ്ടിൽ ഒരു ഗ്രൗണ്ട് അല്ല ഏത്, ബ്ലാക്ക് മണി എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. സോ അതുകൊണ്ട് എന്ത് തന്നെ ഈ ബ്ലാക്ക് മണി എന്നുള്ള റീസൺ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എക്കെതിരായിട്ട് നിയമം നിർമ്മിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ റൂമിൽ നിറച്ചു കൊതുകുണ്ട്. എനിക്ക് വേണമെങ്കിൽ മോസ്കിറ്റോ ബാറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് ഉപയോഗിക്കാം. അത്ര എനിക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ എനിക്ക് നാളെ AK-47 എടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, വെടിവെക്കാൻ പറ്റില്ല, ഒരു അണുബോംബ് ഇടാൻ പറ്റില്ല. ഈ ഇലക്ടോറൽ ബോണ്ട് എന്ന് വിളിക്കുന്നത് ശരിക്കും എന്താണ്, ബ്ലാക്ക് മണി ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ എന്ത് ചെയ്യാണ്, അണുബോംബ് ഇടുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ എന്താണ്, AK-47 എടുത്ത് വെടിവെക്കുന്ന അവസ്ഥയാണ് എന്നാണ് ആര് പറയുന്നത്, സുപ്രീം കോർട്ട് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ടാണ് നിലവിൽ ഈ ഇലക്ടോറൽ ബോണ്ടിനെ പൂർണ്ണമായിട്ടും ആര് വേണ്ട എന്ന് വയ്ക്കുന്നത്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വേണ്ട എന്ന് വയ്ക്കുന്നത്. ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? എനി ഡൗട്ട്സ്? ഓക്കെ. ആൻഡ് നെക്സ്റ്റ് കറണ്ട് അഫയർ എന്താണ്, ഇൻഡോ ഡച്ച് കൊളാബറേഷൻ ഫോർ എനർജി ട്രാൻസിഷൻ ആണ്. എന്താണ്, റീസെന്റ് ദ നീതി ആയോഗ്. ആരാണ് നീതി ആയോഗ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ്. ആൻഡ് ദ എംബസി ഓഫ് കിങ്ഡം ഓഫ് നെതർലാൻഡ് റിലീസ്ഡ് ദ റിപ്പോർട്ട് ഓഫ് ടൈറ്റിൽഡ് LNG, ദാറ്റ് മീൻസ് ട്രാൻസ്പോർട്ടേഷൻ ഫ്യൂവൽ ഇൻ മീഡിയം ആൻഡ് ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഡ്യൂറിംഗ് ദ ഇന്ത്യാസ് എനർജി വീക്ക്. ഇതെന്താണ് ഒരു കറണ്ട് അഫയർ ആയി വരാനുള്ള എന്താണ് കാരണം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതിന്റെ ന്യൂസിലേക്ക് പോവാം. എന്താണ്, address the potential of the LNG as a fuel source and suggested strategies for its utilization in commercial vehicles. അതായത് എന്താണ്, LNG എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഫ്യൂവൽ സോഴ്സ് ആണ്. ഇത് എങ്ങനെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, the LNG is natural gas that has been converted into liquid form of ease and safely natural gas transport. അതുപോലെ തന്നെ LNG എങ്ങനെ എന്ത് ചെയ്യാം, ഒരു ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു സേഫ്റ്റി നാച്ചുറൽ ഗ്യാസ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കാം. And natural gas is cooled approximately -260 Fahrenheit, creating a clear, colorless and non-toxic liquid that can be transported from areas with large supply of natural gas areas that deemed more natural gases. അതുപോലെ തന്നെ എന്താണ്, ഇതിനെ എന്താണ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി എന്താണ് -260 ഫാരൻഹീറ്റിൽ എന്താണ് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് ഒരു ക്ലിയർ, കളർലെസ്, അതുപോലെ തന്നെ നോൺ ടോക്സിക് ലിക്വിഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം ഒരു കാര്യത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ടതുകൊണ്ട് അധികം എന്ത് ചെയ്യുന്നില്ല, ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ആൻഡ് നെക്സ്റ്റ് വൺ മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ് അല്ലെ. നമുക്കറിയാം ഇപ്പോ ഡൽഹി ചലോ അല്ലെ, ഫാർമേഴ്സിന്റെ എന്താണ് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതുമായി ബന്ധപ്പെട്ട് വന്ന ന്യൂസാണ് ഏത് എന്ന് വിളിക്കുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ് MSP. ഇനി എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ MSP എന്നുകൊണ്ട് ഉപയോഗിക്കുന്നത്? അതായത് എന്താണ് MSP is the guarantee amount paid to farmers when the government buys their produce product. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഫാമേഴ്സ് ഏതെങ്കിലും രീതിയിൽ കൃഷി ചെയ്യുന്നു എന്ന് വെക്കാം, പക്ഷെ അവർക്ക് വേണ്ട രീതിയിലുള്ള പണം മാർക്കറ്റിൽ നിന്ന് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു എമൗണ്ട് കിട്ടാതിരിക്കുകയോ വിൽക്കാൻ സാധിക്കാൻ പറ്റുകയോ ചെയ്യാതിരുന്നാൽ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ഉയർന്ന വില കൊടുത്ത് എന്ത് ചെയ്യും? ഗവൺമെന്റ് ഏറ്റെടുക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഇത് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് CACPയുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഒരുപാട് പ്രൊഡക്റ്റുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് which considers various factors such as cost of production, demand, supply, market price, threats, intercrop prices. അതായത് എന്താണ് മാർക്കറ്റിൽ വിൽക്കാതിരിക്കുക അല്ലെങ്കിൽ വിളകൾ നശിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ഈ CACP എന്ന് പറയുന്നത് എന്താണ്? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. 1965 എന്ത് ചെയ്യുന്നത്? ഇത് നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. The Cabinet Committee of Economic Affairs CCEA chaired by the Prime Ministers of India takes the final decision approve the level of MSP. അതുപോലെ തന്നെ എന്താണ് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ഏതിനൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന എന്താണ്? പ്രൈം മിനിസ്റ്റർ എന്താണ് ലീഡ് ചെയ്യുന്ന എന്താണ്? ഒരു ചെയർ ആയിരിക്കും. അവരാണ് എന്ത് ചെയ്യുക? ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. The MSP is aimed at ensuring remunerative prices grows for their produce and the encouraging crop diversification. അതുപോലെ തന്നെ എന്താണ് ഉദാഹരണമായിട്ട് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ എന്താണ് കർഷകർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? MSP സഹായകരമായി വരാറുണ്ട്. ഇനി ഏതൊക്കെ ക്രോപ്സ് ആണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 22 മാൻഡേറ്റ് ക്രോപ്സുകളാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. അതിൽ 14 എന്താണ് ഖാരിഫ് സീസണിലും അതുപോലെ തന്നെ എന്താണ് 6 എന്താണ് റാബി സീസണിലും ബാക്കി 2 എന്താണ് കൊമേഴ്ഷ്യൽ ക്രോപ്സുമാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. ഇതിന്റെ അണ്ടറിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. എൻ്റെ ഒരു വേണമെങ്കിൽ ചോദിക്കാം, ആദ്യമായിട്ട് MSP ഓക്കെ ഫസ്റ്റ് ടൈം MSP കൊടുത്ത ഫുഡ് ഗ്രെയിൻ ഏതാണെന്ന് അറിയോ? ഫസ്റ്റ് ടൈം MSP കൊടുത്ത ഫുഡ് ഗ്രെയിൻ എനിവൺ? ആർക്കെങ്കിലും അറിയാം ആദ്യമായിട്ട് ഏതിനാണ് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തതെന്ന്? എനിവൺ? ഓക്കെ, അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം. നമുക്ക് അടുത്ത കൗണ്ടറിലേക്ക് പോവാം. ഈറ്റ് റൈറ്റ് ഇന്ത്യ. ഓക്കെ, എന്താണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ? എന്താണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്? എന്താ? ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI certified more than 500 hospital as Eat Right campuses under the Eat Right India initiative. അതായത് എന്താണ് Eat Right India ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഏകദേശം 500ഓളം ഹോസ്പിറ്റലിൽ Eat Right ക്യാമ്പസ് എന്നുള്ള പദ്ധതി ആര് നടപ്പിലാക്കിയിട്ട്? ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി എന്താണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്? 2018 ഇത് എന്ത് ചെയ്യുന്നത്? ലോഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എൻഷുർ സേഫ്റ്റി ഹെൽത്തി ആൻഡ് സസ്റ്റൈനബിൾ ഫുഡ് എന്ത് ചെയ്യുക? എല്ലാവരിലേക്കും എത്തിക്കുക. അതായത് എന്താണ്? ഇതെന്താണ്? ജുഡീഷ്യസ് മിക്സ് ഓഫ് റെഗുലേറ്ററി കപ്പാസിറ്റി ബിൽഡിംഗ് കൊളാബറേറ്റീവ് ആൻഡ് എംപവർമെന്റ് അപ്രോച്ചസ് ടു എൻഷുർ ഫുഡ് ഈസ് എ ഗുഡ് ബോത്ത് ഫോർ പീപ്പിൾ ആൻഡ് ദി പ്ലാനറ്റ്. അതായത് എന്ത് ചെയ്യുക? എല്ലാവരിലേക്കും ഫുഡ് എത്തിക്കുക അല്ലെങ്കിൽ എല്ലാവരിലേക്കും ഭക്ഷണം എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സ്കീം കൊണ്ടുവരുന്നത്. ഇത് ആരാണ്? നാഷണൽ ഹെൽത്ത് പോളിസി 2017 അണ്ടറിലാണ് റൺ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? FSSAI നിലവിൽ വരുന്നത്. ഈ FSSAI എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലെ? അതായത് ഭരണഘടനയിൽ പറയാത്തൊരു സ്ഥാപനമാണ് ഇത് FSSAI എന്ന് പറയുന്നത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വൺ AHIDF scheme. എന്താണ്? The Union Ministry of Fisheries, Animal Husbandry and Dairying launches the realigned the Animal Husbandry Infrastructure Development Fund AHIDF scheme. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? പുതുതായിട്ട് എന്ത് ചെയ്യുന്നത്? യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയൊരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് AHIDF? എന്താണ് ഇതിന്റെ സ്കീമിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസെന്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡയറി മീറ്റ് പ്രോസസിങ്. അതായത് ഡയറി മീറ്റ് പ്രോസസിലേക്ക് എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ്മെന്റുകൾ എന്ത് ചെയ്യുക? കൊണ്ടുവരിക.
അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എനിമൽ ഫീഡ് പ്ലാന്റ് ആൻഡ് റിലേറ്റഡ് സെക്ടറിലെ എന്തെങ്കിലും വളർത്തിയെടുക്കുക. ഈ സ്കീം ടൈപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു സെൻട്രൽ സ്പോൺസേർഡ് സ്കീമാണ്. ഇതിൽ എലിജിബിലിറ്റി ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ എന്റർപ്രൈസുകൾ, പ്രൈവറ്റ് കമ്പനീസ്, ഡയറി കോപ്പറേറ്റീവ്സുകൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, MSMEs ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരാം. ഇതിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമാകാം. അവർക്ക് എന്താണ്? പൂർണ്ണമായിട്ടും എന്താണ്? എലിജിബിലിറ്റി ഉണ്ടായിരിക്കും എന്നതാണ്. ക്ലിയർ? ഇനി ഇവരെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ദ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ 3% ഓഫ് പേയബിൾ അപ് ടു 8 years ആൻഡ് സെല്ലിംഗ് ഓൺ ദി ലോൺ എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കവർ അപ് ടു 25% ഓഫ് ടേം ലോൺ. അതുപോലെ തന്നെ എന്താണ്? ലോൺ അപ് ടു 90% ഓഫ് ദ എസ്റ്റിമേറ്റഡ് ആക്ച്വൽ പ്രൊജക്ട് കോസ്റ്റ്. ഇതൊക്കെയാണ് ഈ സ്കീമിലൂടെ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ലാസ്റ്റ് ന്യൂസ്, വെർമിൻ എന്താണ്? The Kerala passes a resolution arguing the Center for Amend Wildlife Protection Act to decrease man-animal conflict, declare wild boar as vermin. ശ്രദ്ധിക്കുക, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കഴിഞ്ഞ ഏകദേശം 2 മാസമായിട്ട് എന്താണ് നമ്മൾ ന്യൂസിൽ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏത് എന്ന് വിളിക്കുന്നത് ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇതിനെ കുറിച്ച് കൂടുതൽ നോക്കി വെക്കാം, വരാൻ എന്തുണ്ട്? ചാൻസ് ഉണ്ട് എന്നാണ്. ഓക്കെ, ഇനി എന്താണ് ലക്ഷ്യം? വേർമിൻസ് ആർ, അല്ലെങ്കിൽ എന്താണ് ഈ വേർമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് വേർമിൻ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിമൽസ് ദാറ്റ് ത്രെട്ടൻ ഹ്യൂമൻസ്, ക്രോപ്സ്, ലൈവ് സ്റ്റോക്സ് ഓർ പ്രോപ്പർട്ടി ആൻഡ് ആർ ഡിക്ലെയർഡ് ആസ് per section 62 of WPA സെൻട്രൽ ഗവൺമെന്റ്. അതായത് വേർമൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേർമൻസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്കറിയാം അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ? എനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട്? ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ വിളകള്, കാർഷിക വിളകള് എന്നിവയ്ക്കൊക്കെ എന്താണ് പലപ്പോഴും ഹാനികരമായിട്ട് ഈ മൃഗങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്, ഇപ്പൊ കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ. ഓക്കെ, അത്തരം കാര്യങ്ങളെ വിളിക്കുന്ന പേരാണ് വേർമിൻസ്. And Section 11 Clause 1 Clause A of WPA empowers the Chief Wildlife Warden to permit any person to kill a wild animal specified Schedule 1. അതായത് Schedule 1 പ്രകാരമുള്ള ഏതൊരു വൈൽഡ് അനിമലിനെയും കൊല്ലാൻ ആർക്ക് അവകാശമുണ്ട്? ഇത് പ്രകാരം അവകാശമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് വേർമിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മാറ്റം വരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുമ്പോൾ ഏകദേശം നമുക്ക് 6 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് എന്തായി മാറുന്നുണ്ട്? 4 ഷെഡ്യൂളായി മാറുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ആഴ്ചത്തെ കറണ്ട് അഫെയർ എന്ന് എന്ത് ചെയ്യാറുള്ളത്? നമുക്ക് നോക്കാറുള്ളത്. ഓക്കെ, എനി ഡൗട്ട്സ്? എനിവൺ? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇലക്ടോറൽ ബോണ്ട് അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? എനിവൺ?